നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ പ്രതിമാസ ധ്യാനത്തിൽ നമ്മൾ അപ്പോസ്തലിക വിശ്വാസത്തിൻ്റെ ഉപദേശം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ വാക്യം ആധാരമാക്കി നമ്മൾ ആദിമസഭയുടെ ആചാരങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഒന്നാമത് കണ്ടു, അപ്പോസ്തലന്മാരുടെ ഉപദേശം അവർ കേട്ടുപോന്നു. അത് കഴിഞ്ഞ് രണ്ടാമതോടെ പറഞ്ഞിരിക്കുന്നതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്, കൂട്ടായ്മ ആചരിച്ചു പോന്നു. പോന്നു ഞാൻ പറഞ്ഞില്ല, എല്ലാത്തിൻ്റെയും കൂടെ നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം കൂട്ടായ്മയാണ്. ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് കൂട്ടായ്മ. കാരണം നമുക്ക് വചനപ്രകാരം കൂട്ടായ്മ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ സമയമെടുത്തിട്ടില്ല, അല്ലേ? നമ്മുടെ വിചാരം ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് സംസാരിക്കുന്നതിന് അത്ര പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലേ? പക്ഷെ ഇവിടെ കൂട്ടായ്മ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് വളരെ കാതലായ ഒരു വാക്കാണ്, അല്ലേ? ചിലർക്കൊക്കെ അറിയായിരിക്കും, യവന ഭാഷയിലെ കൊയിനോണിയ എന്ന് പറഞ്ഞൊരു വാക്കാണ് ഇവിടെ കൂട്ടായ്മ എന്ന് നമ്മുടെ മലയാളം ബൈബിളിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് പുതിയ നിയമത്തിൽ ഒന്നാമതായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന വാക്യമാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്, അല്ലേ? ആദിമസഭ, സ്നാനപ്പെട്ടു വന്നവർ കൂട്ടായ്മ ആചരിച്ചു. ഈ വാക്ക് ഏതാണ്ട് ഒരു 20 തവണ എങ്ങാണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ മൂലപദത്തിൻ്റെ അർത്ഥം സംസാരിക്കുക, അല്ലെങ്കിൽ സംഭാഷണത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ സൗഹൃദം പങ്കുവെക്കുക, ഇതൊന്നുമല്ല ഇതിൻ്റെ അർത്ഥം. ഈ വാക്കിൻ്റെ ശരിയായ അർത്ഥം എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള എന്തെങ്കിലും പങ്കുവെക്കുക, അതാണ് ഇതിൻ്റെ അർത്ഥം. ഒരു പൊതുവായിട്ടുള്ള ഒരു മുതല് നമ്മളെല്ലാവരും പങ്കുവെക്കും, അല്ലേ? ഇപ്പം ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും പൊതുവായിട്ടുള്ളൊരു ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലേ? അത് നമ്മളെല്ലാവരും പങ്കുവെക്കും. അതുകൊണ്ടാണ് ഭക്ഷണം കഴിച്ച് കൂട്ടായ്മ ആചരിക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത്, അല്ലേ? അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയ ഒരേ ഭക്ഷണമാണ്, അല്ലാതെ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഭക്ഷണമല്ലല്ലോ, അല്ലേ? അപ്പോൾ പൊതുവായിട്ടുള്ളത് എന്തോ പങ്കുവെക്കുന്നതിനെയാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മീയ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ക്രിസ്തുവിൽ പൊതുവായുള്ളത് നമ്മൾ പങ്കുവെക്കണം. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? കൂട്ടായ്മ സംഭവിക്കും, അല്ലേ? അല്ലാതെ ചുമ്മാ സംസാരിച്ചിട്ട് കാര്യമില്ല, അല്ലേ? കുശലാന്വേഷണങ്ങൾ, അത് സൗഹൃദം, അത് വേണ്ടാന്നല്ല, പക്ഷെ അതിനെ കയറി നമ്മൾ കൂട്ടായ്മയെന്ന് വിളിക്കരുത്. ഇന്ന് പലപ്പോഴും അത്രേ ഉള്ളൂ കൂട്ടായ്മ, അല്ലേ? അപ്പോൾ എന്താണ് ഈ കൂട്ടായ്മ, എങ്ങനെയാണ് ആ കൂട്ടായ്മ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു വാക്യം ധ്യാനിക്കാം. 1 യോഹന്നാൻ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിലെ 7-ാമത്തെ വാക്യം ആർക്കെങ്കിലും വായിക്കാം. 1 യോഹന്നാൻ 1:7. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ഈ വാക്യത്തിന്റെ 2-ാം ഭാഗം പലപ്പോഴും അടർത്തി മാറ്റി നമ്മൾ ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ്. അവന്റെ രക്തം സകല പാപങ്ങളെയും പോക്കുന്നു. അത് പൂർണ്ണമായ വാക്യമല്ല. തുടക്കം അങ്ങനെയാണ്, അവൻ, അതായത് ദൈവം വെളിച്ചത്തിലായിരിക്കുന്നത് പോലെ നമ്മൾ വെളിച്ചത്തിൽ നടക്കുമെങ്കിൽ നമുക്ക് അന്യോന്യം കൂട്ടായ്മയുണ്ട്. ആ വാക്യത്തിന്റെ ആ യുക്തി മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മയെ കുറിച്ച് ചോദിക്കുമ്പം നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം എന്തിനാണ് പറയുന്നത്? ഉണ്ടോ? എനിക്കും ഈ സഹോദരനും കൂട്ടായ്മ ഉണ്ടോ എന്നാ ചോദ്യം. അപ്പൊ പറയാ, നീയും ദൈവവും തമ്മിൽ ബന്ധം ഉണ്ടെങ്കിൽ കൂട്ടായ്മയുണ്ടോ. മനസ്സിലായോ? അതാണ് പൊതുവായുള്ളത് പങ്കുവെക്കുന്നു, അതാണ് കൂട്ടായ്മ. അത് വ്യക്തിബന്ധം പോലും അല്ല, അല്ലേ? കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് വേറെന്തോ ഒരു മൂന്നാമതൊരു കാരണം വേണം. അതെന്താണ്? ദൈവമായിട്ടുള്ള ബന്ധം. ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെ വരും? അവൻ വെളിച്ചത്തിലായിരിക്കുന്നത് പോലെ നിങ്ങൾ വെളിച്ചത്തിൽ നടക്കണം. എന്തോ അതിൻ്റെ അർത്ഥം? വെളിച്ചത്തിൽ നടക്കുക. അതെ, അതിൻ്റെ 6-ാമത്തെ വാക്യം കൂടെ വായിച്ചേ, 6ഉം 7ഉം കൂടെ ചേർത്ത് വായിച്ചേ. അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം പോസ്റ്റ് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. കേട്ടോ? അപ്പൊ ദൈവം വെളിച്ചത്തിലായിരിക്കുന്നു, അവനോട് കൂട്ടായ്മയുള്ളവൻ വെളിച്ചത്തിൽ തന്നെ നടക്കണം, അല്ലേ? അപ്പൊ അവിടെ വിശുദ്ധിയാണ് സൂചിപ്പിക്കുന്നത്, അല്ലേ? പിന്നീടുള്ള താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെ വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധി,
അല്ലെ? ഞങ്ങൾ കേട്ട സന്ദേശം നിങ്ങളോട് പറയുന്നത് ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. അങ്ങനല്ലേ മലയാളം ബൈബിൾ? ഒട്ടുമില്ല. അപ്പൊ ദൈവത്തിൽ ഒരു അശുദ്ധിയുമില്ല. അപ്പൊ ദൈവത്തെ അറിയാമെന്ന് പറയുന്നവൻ അതിനൊത്തവണ്ണമുള്ള വിശുദ്ധ ജീവിതം നയിക്കണം. അങ്ങനെ വെളിച്ചത്തിൽ നടക്കുന്ന രണ്ടുപേര് കണ്ടുമുട്ടിയ അവർ തമ്മിൽ കൂട്ടായ്മ, അല്ലേ? അപ്പൊ കൂട്ടായ്മ കടന്നു വരണ എന്തോ വേണം? ഒരു തമ്മിൽ നമ്മുടെ ഉത്തരം എന്താണ്? ഒരു തമ്മിൽ സംസാരിക്കണം. സംസാരം എന്നല്ല അവിടെ പറഞ്ഞാൽ നടപ്പ് വേണം. അപ്പൊ എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ ഈ യോഗങ്ങളിൽ കൂട്ടായ്മ വളരെ ബലഹീനമായിരിക്കുന്നത്? ദൈവമായിട്ട് നടക്കുന്നില്ല, പിന്നെന്തോ പങ്കുവെക്കാൻ, അല്ലേ? അപ്പൊ ദൈവത്തോടുകൂടെ വിശുദ്ധിയിൽ നടക്കാത്തവർക്ക് ഒരു കൂട്ടായ്മയും പങ്കുവെക്കാനില്ല. അപ്പൊ വിശുദ്ധി കുറയും തോറും സഭായോഗങ്ങളിൽ കൂട്ടായ്മയൊക്കെ വെറും ഈ നേരത്തെ പറഞ്ഞ പോലെ കുശലാന്വേഷണവും, ചായയും കാപ്പിയും കുടിച്ചിട്ട് നടുവേദന എങ്ങനെ ഇരിക്കുന്നു, കുടുംബം ഒക്കെ എങ്ങനെ ഇരിക്കുന്നു, അത് ശിക്ഷപ്പെടാത്ത ജഡീകന്മാർക്കും ചെയ്യാവുന്ന സംഭാഷണത്തിലേക്ക് തരം താഴ്, അല്ലേ? ഞാൻ മിക്കവാറും എല്ലാ ദിവസവും പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്കറിയാം പ്രസംഗം കഴിഞ്ഞിട്ടുള്ള സംഭാഷണം. ഇന്നിപ്പോൾ തുറന്നു പറയുകയാണ്, ഞാൻ വളരെ ശ്രദ്ധിച്ച് നോക്കുന്ന ഒരാളാണ്. പ്രസംഗം കഴിഞ്ഞിട്ട് ഒരിടത്തും ഞാൻ കാണാറില്ല ഇതിനെക്കുറിച്ച് സംഭാഷണം. പ്രസംഗം കഴിഞ്ഞു കൂട്ടി വെച്ചു, അല്ലേ? പ്രസംഗം കഴിഞ്ഞിട്ട് പിന്നെ ആത്മീയ സംസാരം ഇല്ല. നമ്മുടെ കൂട്ടത്തിൽ തന്നെ പറയാണ്, നിരന്തരമായിട്ട് ആത്മീയ സംസാരം എൻ്റെ അടുത്ത് അടിക്കുന്ന ഒരാളേ ഉള്ളൂ, ജിനു ബ്രദർ. പുള്ളി വന്നിട്ട് ചോദിക്കും, മറ്റേ വാക്യം ഒരെണ്ണം കോട്ട് ചെയ്തിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞില്ലല്ലോ, അല്ലേ? അപ്പോൾ അത് അല്ലാതെ നമ്മൾ സാധാരണ മീറ്റിംഗ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഭൂമിയിൽ ഇറങ്ങാം, സ്വർഗം വിട്ടു, അല്ലേ? എന്ന് വെച്ച് ഇന്ന് നിങ്ങളാരും നടിക്കണമെന്നല്ല ഈ പറഞ്ഞു വരുന്നത് കേട്ടോ. ഈ പ്രസംഗകർ പലതും വെട്ടിത്തുറന്ന് പറയുമ്പോൾ സൂക്ഷിക്കണം. 3-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചോ, 1:3. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ ദൈവത്തോടാകുന്നു. ഞങ്ങൾ അവനിൽ നിന്ന് കേട്ട സന്ദേശം നിങ്ങളെ അറിയിക്കുന്നു. കാരണം എങ്കിൽ നിങ്ങൾക്കും അവനുമായിട്ട് ബന്ധം വന്നേച്ച് നമ്മൾ തമ്മിൽ കൂട്ടായ്മ വരും. അപ്പൊ കണ്ടോ, എപ്പോഴും ഒരു മൂന്നാമനുണ്ട് ഇതിൽ. അല്ലാതെ ഞാൻ ഈ ബ്രദറിനോട് സംസാരിച്ച് നമ്മൾ വലിയ സുഹൃത്തുക്കളൊക്കെ ആയി കഴിയുമ്പോൾ കൂട്ടായ്മ വരുമെന്നല്ല. അത് സൗഹൃദം, അല്ലേ? ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ലാത്ത ഒരു വിശ്വാസിയെ നമ്മൾ മിഷൻ ഫീൽഡിൽ പോയപ്പോൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടു. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, അല്ലേ? മിഷൻ ഫീൽഡിൽ പോയവർക്കൊക്കെ അറിഞ്ഞൂടെ, അല്ലേ? ഇന്നേ വരെ കണ്ടിട്ടില്ല, മലയാളിയല്ല, നമ്മുടെ വിദ്യാഭ്യാസ പശ്ചാത്തലമൊന്നുമില്ല, പക്ഷേ ഏതോ ബന്ധുവിനെ പരിചയപ്പെട്ട ഒരു ഊഷ്മളത, അല്ലേ? അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. വേറെ രാജ്യത്തുള്ളവരും വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ഉള്ളവരെ പക്ഷെ കാണുമ്പം എന്തോ ഒരു പൊതുവായ ബന്ധം കിടപ്പുണ്ട്, അല്ലേ? അത് നിമിത്തം നമ്മുടെ രക്ഷിക്കപ്പെടാത്ത ബന്ധുക്കളോട് ഇല്ലാത്ത അത്രയും സ്നേഹം, ഇവരോടുള്ള അടുപ്പം, അല്ലേ? അതാണ് മൂന്നാമനുമായിട്ടുള്ള ബന്ധം. അപ്പൊ ദൈവമായിട്ടുള്ള നമ്മുടെ വിശുദ്ധിയിൽ ഉള്ള ആ ബന്ധത്തിന്റെ ഗുണമേന്മയ്ക്ക് അനുസരിച്ചിരിക്കും നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മ, അല്ലേ? അപ്പൊ നമ്മളൊരു യോഗത്തിന് പോയിട്ട് അവിടുത്തെ കൂട്ടായ്മയൊക്കെ നോക്കിയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അവിടെ ഉള്ളവരൊക്കെ ദൈവമായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലേന്നും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? നിങ്ങളൊരു യോഗത്തിന് പോയി അവിടെ കാപ്പുകൂടിയും കുശലാന്വേഷണമേ ഉള്ളൂ, ഒരു ആത്മീയ കൂട്ടായ്മയും സംഭവിച്ചില്ല. നമുക്ക് പറയാം ഇവർക്കൊന്നും ദൈവമായിട്ട് വലിയ അടുപ്പമില്ലെന്ന് തോന്നുന്നു, അല്ലേ? ഇന്ന് പൊതുവെ എല്ലാ യോഗങ്ങളും ഇത് തന്നെയാണ് അതിൻ്റെ ഒരു ഗതി. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തു എന്ന തലയോട് ബന്ധമുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ തമ്മിൽ കൂട്ടായ്മ. അതുകൊണ്ട് ഇപ്പം എൻ്റെ കൈ കണ്ടതുകൊണ്ട് ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടല്ലേ ഇങ്ങനെ പിടിക്കുന്നത്, അല്ലേ? ഇതെന്തുകൊണ്ട് ഇങ്ങനെ കണ്ടേ? അല്ല, ഇങ്ങനൊന്നും പോയില്ലല്ലോ, അല്ലേ? ഇപ്പം കൈ അടിക്കാൻ നോക്കുമ്പോൾ ഇങ്ങനെ പാട്ട് പാടുമ്പോൾ നമ്മൾ കണ്ണൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടത്തില്ലേ? കണ്ണടച്ചിട്ട് കൈ അടിക്കാൻ പറ്റത്തില്ലേ, അല്ലേ? ഏത് ഉറക്കത്തിലും ഇത് ചെയ്യാം. എന്തുകൊണ്ടാ? ഈ കൈകൾ തമ്മിൽ അങ്ങനെ വലിയ സൗഹൃദം ഉണ്ടായിട്ടല്ലേ. ഈ കൈകൾ രണ്ടും എൻ്റെ തലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക, അല്ലേ? അപ്പൊ തലയുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ് കൂട്ടായ്മയിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള
ചോദ്യം. അല്ലേ? അപ്പൊ ദൈവമായിട്ട് എന്താ ബന്ധം? അതാണ് അവിടെ പറഞ്ഞത്, വിശുദ്ധി. ദൈവത്തെ അറിയാവുന്ന പറയുകയും ദൈവത്തിൻ്റെ സ്വഭാവത്തിലും സംസർഗത്തിലും നടക്കാത്തവൻ കള്ളനാകുന്നു. അത് പിന്നീടൊക്കെ 1 യോഹന്നാനിൽ ഒരുപാടുണ്ട്. അല്ലേ? കള്ളനാകുന്നു. ദൈവത്തെ അറിയാന്ന് പറയുകയും 2-ാം അധ്യായത്തിലുണ്ട്, ദൈവത്തെ അറിയാന്ന് പറയുകയും അവന്റെ കൽപ്പനകളൊന്നും പാലിക്കാതെ നടക്കുകയും ചെയ്യുന്നവൻ. 2:5 അല്ലേ? ഒന്ന് വായിച്ച് 2:5. അതിന് മുമ്പ് 2:4. അവനെ അറിഞ്ഞിരിക്കുന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടവനാന്ന് പറയുകയും കള്ളനാകുന്നു. 2:6. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ, യേശുവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ യേശു നടന്നതുപോലെ നടക്കേണ്ടവൻ. കണ്ടോ, ഇവിടെ എല്ലാം നടപ്പാണ്, പറച്ചിലല്ല. പറച്ചിലിനൊരു അർത്ഥവും ഇല്ല. എനിക്ക് ദൈവത്തെ അറിയാം, പക്ഷെ നടപ്പില് അനുസരണമില്ലെങ്കിൽ അവൻ കള്ളനാകുന്നു. അവന് ദൈവമായിട്ടൊരു കൂട്ടായ്മയില്ല. ദൈവമായിട്ട് കൂട്ടായ്മ ഇല്ലാത്തവനുമായിട്ട് വിശുദ്ധന്മാർക്ക് കൂട്ടായ്മ ആചരിക്കാനും പറ്റത്തില്ല. ആദിമസഭ രക്ഷിക്കപ്പെട്ടു ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് അവർക്ക് തമ്മിൽ കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പൊ കൂട്ടായ്മ വരണമെങ്കിൽ നമ്മുടെ ഈ സോഷ്യലൈസിങ്ങിന് വേണ്ട ചില കാര്യങ്ങൾ നമ്മൾ സാധാരണ ചിന്തിച്ചു, അല്ലേ? ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, അല്ലേ? വ്യക്തിബന്ധങ്ങളിൽ സാധാരണ ലൗകിക ബുദ്ധിയിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ അവരെ അറിയണം, അവരെ കുറിച്ച് ചോദിക്കണം, അവരോട് സംസാരിക്കണം. അതൊക്കെ സൗഹൃദമേ വളർത്തത്തുള്ളൂ. കൂട്ടായ്മ വളരണമെങ്കിൽ നമ്മളെല്ലാവരും സ്വമേധ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ വിശുദ്ധി നടക്കണം, എൻ്റെ സഹോദരൻ വിശുദ്ധി നടക്കുകയാണ്, പക്ഷെ ഞാൻ വിശുദ്ധി നടക്കുന്നില്ലെങ്കിൽ പുള്ളിക്ക് എന്നോട് ഒരു കൂട്ടായ്മ വരികയില്ല. അപ്പൊ കൂട്ടായ്മ വരണമെങ്കിൽ അതാണ് ആത്മീയമായൊരു പരിഹാരമാണ് വേണ്ടത്. ദൈവമായിട്ട് വിശുദ്ധിയിൽ നടക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പങ്കുവച്ച സമയത്തൊക്കെ പലരും പറഞ്ഞു പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്നില്ല. അതൊക്കെ കൂട്ടായ്മയെ ബാധിക്കും, അല്ലേ? ഇനി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇനി അന്യോന്യമുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കാം. ഈ പുതിയ നിയമത്തിൽ നമ്മുടെ ഈ കൂട്ടായ്മ ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ യവന ഭാഷയിൽ ഒരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. അത് മലയാളം ബൈബിളിൽ 3 രീതിയിലാണ് തർജ്ജിമ ചെയ്തിരിക്കുന്നത്. തമ്മിൽ തമ്മിൽ, പരസ്പരം, അന്യോന്യം. ഇതൊക്കെ നിങ്ങൾ ബൈബിൾ വായിച്ചിട്ടുണ്ടേ അറിയാം, അല്ലേ? പല പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ്. പരസ്പരം, അന്യോന്യം, തമ്മിൽ തമ്മിൽ. അത് യവന ഭാഷയിൽ ഒരൊറ്റ വാക്കാണ്. ആ വാക്ക് എനിക്ക് തോന്നുന്നു യവന ഭാഷയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. യവന ബൈബിളിൽ ഏതാണ്ട് 92-3 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് ഈ വാക്ക്. പൗലോസിന്റെ ലേഖനങ്ങളിൽ മാത്രം ഏതാണ്ട് 60 തവണയാണ്. അപ്പൊ കണ്ടോ, അന്യോന്യം നമ്മുടെ ബന്ധത്തെക്കുറിച്ച് അത്രയും വാക്യങ്ങളാണ്. അത്രയും വാക്യങ്ങളൊന്നും ഞാൻ നോക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ വാക്യങ്ങളെ എല്ലാം കൂടി എടുത്തു വെച്ച് 2 ഗ്രൂപ്പായിട്ട് ആദ്യം ഇതിനെ ഒന്ന് തിരിക്കണം. നമ്മൾ കൂട്ടായ്മയിൽ എന്തൊക്കെ അന്യോന്യം ചെയ്യണം എന്നുള്ളത്, അതിനെയാണ് 4 ഗ്രൂപ്പായിട്ട് പിന്നീട് തിരിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 7 കൽപ്പനകൾ നമുക്കുണ്ട് അന്യോന്യം ചെയ്യാൻ പാടില്ല. ഇത്രയാണ് നമ്മൾ ഇന്ന് ഒന്ന് ധ്യാനിക്കാൻ പോകുന്നത്. അപ്പൊ അന്യോന്യം നമ്മൾ എന്തൊക്കെ ചെയ്യണം. പക്ഷെ ഇത് ഇവിടെ അല്ല തുടങ്ങിയത് വ്യക്തിപരമായുള്ള ദൈവമായിട്ടുള്ള വിശുദ്ധിയിലുള്ള കൂട്ടായ്മ. അതുള്ളവർക്ക് പിന്നീട് എന്താണ് അവർ തമ്മിൽ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഒന്നാമതായിട്ടുള്ളത് നമ്മൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. യോഹന്നാൻ 13:34-35 തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് ഒരു കൽപ്പന കർത്താവ് തന്നിരിക്കുകയാണ്. വായിച്ചാട്ടെ 35. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന് തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ഇവിടെ കണ്ടോ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. അതാണ് നമ്മുടെ കർത്തവ്യം. എങ്ങനെ സ്നേഹിക്കണം? കർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ എൻ്റെ സഹോദരനെ സ്നേഹിക്കും, അല്ലേ? അപ്പൊ മാനദണ്ഡം കർത്താവ് എന്നെ സ്നേഹിച്ചതുപോലെ. കർത്താവ് എങ്ങനെ എന്നെ സ്നേഹിച്ചത്? ഒരു ഉപാധിയില്ലാതെ ത്യാഗസമ്പൂർണമായിട്ട് ജീവൻ കൊടുത്ത് എന്നെ സ്നേഹിച്ചു. ആ സ്നേഹം ഞാൻ എൻ്റെ കൂട്ടുവിശ്വാസികൾക്ക് പങ്കുവെക്കണം, അല്ലേ? പൊതുവായുള്ളത് പങ്കുവെക്കലാണ് കൂട്ടായ്മ, അല്ലേ? അതായത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ അല്ലെങ്കിൽ അങ്ങേര് ഇങ്ങോട്ട് സ്നേഹിക്കുന്ന പോലെ അതൊന്നുമല്ല മാനദണ്ഡം.
തിരിച്ചിങ്ങോട്ട് കിട്ടുമെങ്കിൽ അങ്ങോട്ടും കുറച്ച് കൊടുക്കാം, അല്ലേ ലോകം. അങ്ങനല്ല, ഇങ്ങോട്ട് കർത്താവ് തരുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നാണ്, അല്ലേ? നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നത് പോലെയല്ല, അതൊന്നുമല്ല മാനദണ്ഡം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. വില കൊടുത്ത്, അല്ലേ, ഉപാധികളൊന്നും ഇല്ലാതെ നിരുപാധികം കർത്താവ് സ്നേഹിച്ചെന്ന് പറയുന്ന പോലെ സ്നേഹിക്കണം. മൂന്നാമത് പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുമെങ്കിൽ ലോകം പറയും നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. അല്ലാതെ പാട്ട് പാടിയിട്ടും ബോളം വെച്ചിട്ടൊന്നും കാര്യമില്ല. സഭയുടെ ഏറ്റവും വലിയ വാദം, അല്ലെ, ഈ തർക്കത്തിനൊക്കെ നമ്മൾ വാദിക്കാൻ പോലെ അപ്പോളജിസ്റ്റുകൾ, അതൊന്നും ഒരു ഗുണവുമില്ല. സഭയുടെ ഏറ്റവും വലിയ വാദം എന്തുവാണ്? നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന ഈ യേശുവാണ് ദൈവം, നമ്മുടെ സ്നേഹം നോക്കിയാൽ കാണുന്നത്, അല്ലേ? അപ്പോൾ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. അങ്ങനെ നിങ്ങൾ സ്നേഹിക്കുമെങ്കിൽ ലോകം പറയും നിങ്ങൾ ശരിക്കും എൻ്റെ ശിഷ്യന്മാരായത്. അപ്പം നമ്മൾ ശരിക്കും ശിഷ്യന്മാരാകുന്ന അപ്പോഴാണ് നമ്മുടെ സ്നേഹം, അല്ലാതെ ബൈബിളെല്ലാം പഠിച്ച് അറിവ് പ്രാപിച്ച് പ്രസംഗിക്കാൻ പറ്റുമ്പോഴല്ല, അല്ലേ? നമ്മുടെ സ്നേഹമാണ് തെളിവ് നമ്മൾ ശരിക്കും ശിഷ്യന്മാരായത്. ഒരു ശിഷ്യന്റെ ലക്ഷ്യമായിരിക്കണം കർത്താവിനെ പോലെ സ്നേഹിക്കാൻ പറ്റണം. 1 തെസ്സലോനിയർ 3:12-13. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിൽ എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു അറിയുമാറാക്കുകയും ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയും നമ്മുടെ ദൈവവും പിതാവുമായ അവന്റെ മുമ്പാകെ വിശുദ്ധീകരണത്തിൽ അനന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. 1 തെസ്സലോനിയർ 4:9-10. ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചതല്ലാതെ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നല്ലോ. എന്നാൽ സഹോദരന്മാരെ അതിൽ നിങ്ങൾ അധികമായി വർദ്ധിച്ചു വരണം. അന്യോന്യം നല്ല സ്നേഹിക്കുന്ന ഒരു സഭയോട് പറയാം, നിങ്ങൾ ഇനിയും വർദ്ധിക്കണം, അല്ലേ? അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം അതുപോലെ നിങ്ങൾക്കും അന്യോന്യമുള്ള സ്നേഹം വളരണം. നിങ്ങളോട് ഇനി ഇത് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ നന്നായിട്ടിത് പാലിക്കുന്ന കൂട്ടരാണ്. ഇനിയും പക്ഷെ അതിൽ വർദ്ധിക്കണം, അല്ലേ? ഒരു ലെവലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മതി എന്ന് പറയാൻ പറ്റത്തില്ല. 1 യോഹന്നാൻ 3:11. ആദ്യം മുതൽ കേട്ട ദൂത് അന്യോന്യം സ്നേഹിക്കണം. 3:23. ക്രിസ്തീയ ജീവിതം രത്ന ചുരുക്കത്തിൽ ഈ 2 കൽപ്പനയാണ്. കർത്താവിൽ വിശ്വസിക്കുക, അന്യോന്യം സ്നേഹിക്കുക. 4:7. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. അപ്പൊ ശരിക്കും വീണ്ടും ജനിച്ചവനാണോ അല്ലേന്ന് അപ്പോസ്തലനായ യോഹന്നാനോട് ചോദിച്ചാൽ പുള്ളി പറയും, നിന്റെ സ്നേഹം ഒന്ന് പരിശോധിക്കുക, അല്ലേ? സഹോദരങ്ങളോ എങ്ങനെ സ്നേഹിക്കുന്നു. 4:11-12. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാം അന്യോന്യം സ്നേഹിക്കേണ്ടതാകുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു. ദൈവത്തെ കണ്ടിട്ടില്ല, പക്ഷേ വിശ്വാസത്താൽ അറിഞ്ഞ വിശ്വാസികൾ അതെങ്ങനെ പുറപ്പെടുവിക്കും? അന്യോന്യമുള്ള സ്നേഹം, അല്ലേ? അപ്പം നമ്മുടെ അന്യോന്യമുള്ള സ്നേഹത്തിൽ നമ്മുടെ ആത്മീയതയൊക്കെ നമുക്ക് അതിൻ്റെ നിലവാരം അളക്കാൻ പറ്റും, അല്ലേ? ഈ അന്യോന്യം സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ 1-2 ചേർന്ന് പോകുന്ന വിഷയങ്ങളും കൂടെ ഉണ്ട്. നമ്മൾ അന്യോന്യം സമാധാനം പാലിക്കണം. അത് ഈ സ്നേഹത്തോടു കൂടെ പോകുന്നതാണ്, അല്ലേ? മർക്കോസ് 9 വായിക്കണമെന്നില്ല. മർക്കോസ് 9:50 കർത്താവ് പറയുന്നു, നിങ്ങൾ അന്യോന്യം സമാധാനം ആചരിക്കണം എന്നുള്ളത്. റോമർ 12:18 വായിക്കാം. അത് കൊള്ളാല്ലേ, വളരെ യാഥാസ്ഥികമായിട്ടുള്ള വാക്യമാണ്, കഴിയുമെങ്കിൽ. കാരണം ചിലരൊന്നും നമ്മുടെ സമാധാന താല്പര്യത്തോട് അനുകൂലമായിട്ട് പ്രതികരിക്കാത്തവരുണ്ട്. അപ്പോൾ എല്ലാവരോടും സമാധാനം നമ്മൾ കാംക്ഷിക്കുന്നെങ്കിലും അത് പ്രായോഗികമാകണമെന്നില്ല. അപ്പോൾ കഴിയുമെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കല് കാരണം. ഒരു വ്യക്തിയുമായിട്ട് സമാധാനം ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം ഞാനാകരുത്,
ഞാൻ എപ്പോഴും നിരപ്പിന് തയ്യാറായിട്ടിരിക്കുകയാണ്. ആ വ്യക്തിക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ് സമാധാനം ഇല്ലാത്തതെന്ന് പറയാൻ പ്രാഗൽഭ്യം വേണം. ഏത് പ്രശ്നമുണ്ടെങ്കിലും അല്ലേ? കഴിയുമെങ്കിൽ അന്യോന്യം സമാധാനത്തിലായിരിക്കുക. എബ്രായർ 12:14. എബ്രായ ലേഖനം 12:14. അവിടെയും ഇതേ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഉത്സാഹിക്കുന്നു. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണില്ല. വിശുദ്ധിയുടെ വിഷയം പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ് എല്ലാവരോടും സമാധാനം ആചരിക്കണം അല്ലേ? ഇപ്പൊ സമാധാനക്കേട്, കയ്പ് അതൊക്കെ ഉണ്ടോ നമുക്ക്? അവിടെ കൂട്ടായ്മയുടെ വിഷയമാണ്. അത് നമുക്ക് തമ്മിൽ സ്നേഹമില്ലാത്ത അല്ലേ? അത് നമ്മൾ വളരെ കാതലായ ഒരു വിഷയമാണ്. അതിനോട് ചേർന്ന് പോകുന്നതാണ് ഈ തമ്മിൽ സ്നേഹം ആചരിക്കുക എന്ന് പറയുമ്പോൾ. പ്രായോഗിക തലത്തിൽ അതിനോട് ചേർന്ന് പോകുന്ന മറ്റൊരു വിഷയമാണ് നമ്മൾ അന്യോന്യം അംഗീകരിക്കണം. എങ്ങനെ അംഗീകരിക്കണം? റോമർ 15:7. റോമാലേഖനം 15:7. അതുകൊണ്ട് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി നിങ്ങളെ കൈക്കൊണ്ടതുപോലെ ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുക. കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കണം അല്ലേ? നമുക്ക് ഇഷ്ടമുള്ളവർ മാത്രമുള്ളൊരു സഭയുണ്ടോ? അല്ലേ? എല്ലാം നമുക്ക് ഇഷ്ടമുള്ള ആളുകൾ, അങ്ങനെ ഒരു സഭ ഉണ്ടെന്ന സുഖമായിരുന്നു. ചിലരൊക്കെ ഉണ്ട് നമുക്ക് അത്ര ഇഷ്ടമല്ലാത്തവരും അല്ലേ? അപ്പൊ അത് അങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്? ക്രിസ്തുവിന് ഇവരെ അംഗീകരിക്കാമെങ്കിൽ പിന്നെ എനിക്കെന്താ അംഗീകരിച്ചാലേ അല്ലേ? അത് ഈ തമ്മിൽ സ്നേഹം ഉള്ളെന്ന് പറയുന്നതിനകത്ത് കടന്നു വരുന്നതാണ്. അപ്പം നമ്മൾ എല്ലാ വിശ്വാസികളെയും ക്രിസ്തുവിൽ കാണാൻ പഠിക്കണം അല്ലേ? എനിക്ക് അമേരിക്കയിൽ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളി എപ്പോഴും എന്നെ പഠിപ്പിച്ചൊരു കാര്യം ഇതാണ്. സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ എപ്പോഴും സഭയിലുള്ള എല്ലാ വ്യക്തികളെയും ആരായിട്ട് കാണണം? ക്രിസ്തുവായിട്ട് കാണണം. അപ്പോൾ പുള്ളി ഒരു അമേരിക്കൻ വെള്ളക്കാരൻ പാസ്റ്ററാണെങ്കിലും പുള്ളിയുടെ ആ ഒരു ഇടപെടൽ വളരെ വ്യത്യസ്തം. സാധാരണ അമേരിക്കൻ പാസ്റ്റേഴ്സ് അറിയാമല്ലോ, അമേരിക്കക്കാരും ഇന്ത്യക്കാരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവർ വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന വേറൊരു രീതിയിലാണ്. നമ്മൾ ഇന്ത്യക്കാരെ പോലല്ല. പക്ഷെ ഈ പുള്ളി വളരെ വ്യത്യസ്തനായിരുന്നു. എല്ലാ മാസവും ഒരു ദിവസം എനിക്ക് വേണ്ടി മാറ്റി വെച്ച് ഇങ്ങോട്ട് വരും അപ്പോയിൻമെൻ്റ് എടുക്കാൻ. എൻ്റെ അടുത്ത് വന്ന് അപ്പോയിൻമെൻ്റ് ചെയ്യും. പുള്ളി ഒരാഴ്ചയിൽ ഒരു 80 മണിക്കൂർ ജോലി ചെയ്യും. ആ 80 മണിക്കൂറിൽ ഒരു നല്ലൊരു ശതമാനം വിസിറ്റേഷന് വേണ്ടി മാറ്റിക്കും. അമേരിക്കയിലൊന്നും വിസിറ്റേഷനൊന്നും ഇവിടുത്തെ പോലൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ട് എന്തുകൊണ്ടായത്? അത് പുള്ളി പറയുന്നത്, ഞാൻ ഓരോ വ്യക്തിയിലും ക്രിസ്തുവിനെയാണ് കാണുന്നത്. അപ്പം ഞാൻ നിങ്ങളെ ഒന്നും ശുശ്രൂഷിച്ചിട്ടില്ല, ഞാൻ ക്രിസ്തുവിനെ ശുശ്രൂഷിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും കൈക്കൊള്ളാം. ഇവിടെ ഇരിക്കുന്ന എല്ലാം ക്രിസ്തുക്കളാണ്. അപ്പോൾ അല്ലാതെ വേറെ ആരും ഇവിടെ ഇരിപ്പില്ല. അപ്പോൾ പിന്നെ കുറഞ്ഞവനുമില്ല കൂടിയവനുമില്ല, എനിക്ക് ഇഷ്ടമുള്ളവനുമില്ല ഇഷ്ടമില്ലാത്തവനുമില്ല. കാരണം ഇതൊക്കെ ആരാ? നിങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗങ്ങളാണ് അല്ലേ? അപ്പോൾ എനിക്ക് സാംരാജ് ബ്രദറിന് ഇഷ്ടമാണ്, പക്ഷെ ആ കൈ അതെനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. ഞാൻ സാംരാജ് ബ്രദറിനെ കാണുമ്പം ഒരു ഹഗ് കൊടുക്കുമ്പോൾ കൈക്കിട്ട് 2 അടിയും കൂടെ കൊടുത്താൽ പുള്ളി എന്താ പറയും? ഇത് എൻ്റെ കൈയേടാ അല്ലേ എന്ന് പറഞ്ഞ പോലെ ക്രിസ്തുവിനെ ഇഷ്ടമാണ്, പക്ഷെ ക്രിസ്തുവിൻ്റെ ഒരു അവയവത്തെ അതെങ്ങനെ പറ്റും? ക്രിസ്തുവിനെ ഇഷ്ടമാണ്, ശരീരത്തെ നമ്മൾ സ്നേഹിക്കത്തില്ല. അപ്പൊ ക്രിസ്തു നമ്മളെ കൈക്കൊണ്ടതുപോലെ നമ്മൾ അന്യോന്യം കൈക്കൊള്ളണം. അപ്പൊ ഇതെല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുന്നതാണ്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ഒരു വാക്യം കൂടെ വായിക്കാം. റോമർ 12:16. ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ സഭയ്ക്കകത്ത് ഈ ക്ലിക്കുകൾ ഫോം ചെയ്യും. ക്ലിക്ക് എന്ന് പറഞ്ഞാൽ അറിയാം, ചെറിയ ചെറിയ കൂട്ടങ്ങൾ അല്ലേ? ഞങ്ങൾ ഈ കൂട്ടരാണ്, ഞങ്ങൾ വലിയവരാണ്, ഞങ്ങൾ കുറഞ്ഞവരാണ്, ഞങ്ങൾ പഠിച്ചവരാണ്, ഞങ്ങൾ നഗരത്തിൽ നിന്നുള്ളവരാണ്, ഞങ്ങൾ ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്, ഞങ്ങൾ എൻജിനീയേഴ്സാണ്, ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ യൂത്താണ്, ക്ലവന്മാരല്ല അല്ലേ? ഈ ക്ലിക്കുകളൊന്നും പാടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ഒന്നാണ്, ഐക്യമത്യപ്പെട്ടിരിക്കുക അല്ലേ? പിള്ളേരായാലും മുതിർന്നവരായാലും ഗ്രാമീണരായാലും അങ്ങനത്തെ ഈ വിവേചനമൊന്നും സഭയെ പാടില്ല അല്ലേ? തമ്മിൽ ഐക്യമത്യപ്പെട്ട് വലിപ്പം ഭാവിക്കരുത്. ഞങ്ങൾക്കൊന്നും അല്ലെ, ചില സഭകളിൽ അങ്ങനെ ഉണ്ട്, മലയാളം അറിഞ്ഞൂടാ അല്ലേ, ഭാഷാപരമായിട്ട്, അല്ലെങ്കിൽ മലയാളമേ അറിയാവുള്ളൂ, ഇത് വേറെ ഏതാണ്ട് തമിഴം വന്നിരിക്കുന്നത് പോടെ അല്ലേ? അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു സഹോദരൻ ഒരു സഭയിൽ അങ്ങനെ പോയപ്പോൾ പറഞ്ഞു, നിനക്ക് വേറെ വല്ല സഭയിലും പോകൂടെ, ഇത് മലയാളികളുടെ അല്ലേ? അമേരിക്കയിലുണ്ട് അങ്ങനത്തെ സഭകൾ, പത്തനംതിട്ടക്കാരന് മാത്രമുള്ള സഭകളുണ്ട്
കോഴഞ്ചേരിക്കാർ മാത്രം വന്നാൽ മതി അവിടെ. നമ്മൾ തിരുവനന്തപുരംകാരൊന്നും ചെല്ലണ്ട അല്ലേ. മധ്യ തിരുവിതാംകൂർ ലോബിയുടെ സഭയാണത്. അതെന്തോന്നാണത്? അങ്ങനത്തെ സഭയൊന്നും പാടില്ല അല്ലേ. അപ്പൊ അതാണ് പറഞ്ഞത്, ഐക്യമത്യപ്പെട്ട് വലിപ്പം ഭാവിക്കാതെ എളിയവരോട് നമ്മൾ, ഇവിടെ ഇത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാം അത് തെളിയിച്ച കൂട്ടിനാണ്. ഇപ്പൊ ഇവിടെ വന്ന് താമസിച്ച് ഈ പഞ്ചായത്തിന് വേണ്ടി ഇറങ്ങിയവരാണ്. അപ്പൊ നിങ്ങൾക്ക് ആ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ ഒരു വാക്യം ഉണ്ടെന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. 15-ന്റെ 5-6 കൂടെ വായിക്കാം. റോമർ 15-ന്റെ 5-6. എന്നാൽ നിങ്ങൾ ഐകമത്യപ്പെട്ട് ആ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായനാൽ നോക്കിയിരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തു യേശുവിന് അനുരൂപമായി തമ്മിൽ ഏക ചിന്തയോടെ ഇരിക്കാൻ കൃപ നൽകുമാറാകട്ടെ. ഇവിടുത്തെ വിഷയം എന്താണ്? ആരാധന. ആരാധനയില്ലേ ഇവിടുത്തെ വിഷയം. ഒരേ വായോടെ നിങ്ങൾ ദൈവത്തെ, ഇപ്പൊ നമ്മൾ ഈ ചിന്തിക്കാറുണ്ടോ അത്? നമ്മൾ സൺഡേ രാവിലെ കൂട്ടമായിട്ട് കൂടി വരുമ്പം ദൈവഹിതം എന്ന് പറയുന്നത് 50 പേര് താണ്ട ദൈവത്തെ ആരാധിക്കുന്നു എന്നല്ല. ഈ 50 പേര് ഒരു വായ് പോലെ ദൈവത്തെ ആരാധിക്കുന്നു. അവിടെ ഒരു ഐക്യം കടന്നു വരണം. അല്ലാതെ 50 പേര് ചിന്നിച്ചിതറി ഇങ്ങനെ പാട്ടൊക്കെ പാടുന്നു അങ്ങനല്ല അല്ലേ. നമ്മളൊരു ശരീരമാണ് അല്ലേ. ഒരു ശരീരമായതുകൊണ്ട് തന്നെ ഐക്യമത്യപ്പെട്ട് അല്ലേ. ഈ വർഷിപ്പ് ലീഡ് ചെയ്യുന്നവർക്ക് അറിയാം ഇതിന്റെ ബുദ്ധിമുട്ട്. സന്തോഷിക്കാൻ പറയുമ്പോൾ കുറച്ചു പേരൊക്കെ അവിടെ മരണ വീട്ടിലേക്ക് ഇരിപ്പുണ്ട്, വേറെ കുറച്ച് പേര് സന്തോഷിക്കും, വേറെ ഏതോ ലോകത്ത് അല്ലേ. ഒരു ഐക്യത ആരാധനയെ കൊണ്ടുവരാൻ വലിയ പാടാണ് അല്ലേ. അതുകൊണ്ടാണ് അവിടെ അതൊരു പ്രാർത്ഥന പോലെ പറഞ്ഞിരിക്കുന്നത്. പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് നൽകി തമ്മിൽ എന്താണ് ഏക ചിന്തയോടെ ഇരിപ്പാൻ. അവസാനം വായിച്ച ആ വാക്യം, അതിന്റെ അവസാനത്തെ വാക്ക് എന്തായിരുന്നു? കൃപ നൽകുമാറാകട്ടെ. അപ്പൊ ഈ ഏകചിന്തയോടെ ഇരിക്കണ ദൈവ കൃപ വേണം അല്ലെ. എന്നിട്ട് അത് നമ്മുടെ ആരാധനയിൽ വെളിപ്പെട്ട് വരണം. ചില സഭകളിൽ നിന്ന് പോകുമ്പോൾ പറയും ഇത് ഒരാത്മാവാണ് ഇവിടെ ആരാധിക്കുന്നത് അല്ലെ. ചില മിഷൻ ഫീൽഡിലൊക്കെ പോയത് ഇത് എന്തോ ഒരു മനുഷ്യൻ ആരാധിക്കുന്ന പോലെ അല്ലെ. അവിടെ ചെല്ലുമ്പോൾ നമ്മളും ആരാധിച്ചു പോകും അല്ലെ. അപ്പൊ ഇതെല്ലാം തമ്മിൽ നമ്മൾ സ്നേഹിക്കുവാൻ. എങ്ങനെ സ്നേഹിക്കണം? കർത്താവിനെ സ്നേഹിച്ചതുപോലെ. അപ്പൊ ഇങ്ങനെ കുറെ വാക്യങ്ങളുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ് വാക്യങ്ങൾ വരുന്നത് തമ്മിൽ നമ്മൾ സേവിക്കണം അല്ലേ. അതിന് ഏറ്റവും ഉദാത്തമായ ഒരു വാക്യം യോഹന്നാൻ 13-14. കേട്ടോ, കർത്താവും ഗുരുവുമായ ഞാൻ എഴുന്നേറ്റ് തോർത്തെടുത്ത് മുട്ടുകുത്തി നിങ്ങളുടെ എല്ലാം കാല് കഴുകിയതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾക്കൊരു മാതൃക ഞാൻ തന്നു. അടുത്ത വാക്യത്തിലുണ്ട് അത്. നിങ്ങൾക്ക് ഞാനൊരു ദൃഷ്ടാന്തം വെച്ചിരിക്കുന്നു അല്ലേ. നിങ്ങളും അന്യോന്യം ഇത് ചെയ്യണം. നമ്മളൊക്കെ അന്യോന്യം കാല് കഴുകാറുണ്ടോ? ഈ കാല് കഴുകാന്ന് ചോദിക്കുമ്പോൾ ചിലരുടെ ചിന്ത കാല് കഴുകൽ ശുശ്രൂഷ നമ്മുടെ സഭയിലൊന്നും ഇല്ലല്ലോ എന്നല്ലേ. അതാണോ അതിൻ്റെ അർത്ഥം? അത് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ അന്യോന്യം നിങ്ങൾ കാല് കഴുകണം. എന്താ ഈ കാല് കഴുകുക എന്ന് പറഞ്ഞാല് എന്താ അതിന്റെ അർത്ഥം? ആത്മീയ അർത്ഥം ആർക്കെങ്കിലും അറിയാം? സെർവ് ചെയ്യുക. ഓക്കെ, അതിപ്പോ എഴുന്നേറ്റിട്ട് അപ്പം കൊടുത്താലും മതിയല്ലോ. എല്ലാരും കഴിക്കാനല്ലേ അവിടെ വന്ന് കൂടിയത്. അത്താഴമൊക്കെ വിളമ്പി കൊടുത്തു. കർത്താവ് എന്തുകൊണ്ട് ഈ കാല് കഴുകല് തന്നെ എടുത്ത് ഈ സേവനമാണ് അവിടുത്തെ വിഷയം. അത് ശരി തന്നെ. പക്ഷെ എന്താണ് കാല് കഴുകുന്നതിന്റെ പ്രസക്തി? അതെ, അവിടെ താഴ്മ കടന്നു വരുന്നുണ്ട്. അതാണ് അവിടുത്തെ കാതലായ വിഷയം. കാരണം അന്നത്തെ കാലത്ത് ആരാണ് കാല് കഴുകുന്നത്? നമ്മൾ വീട്ടിലോട്ട് ചെല്ലുമ്പം അടിമയാണ് കാല് കഴുകുന്നത് അല്ലെ. നടന്നേച്ച് വന്ന അഴുക്കൊക്കെ ഒരു വീട്ടിലോട്ട് ഒരു അതിഥി വന്നാൽ, ഇപ്പൊ ഇന്ന് നമ്മൾ അന്നത്തെ കാലത്താണ് കൂടിയെങ്കിൽ രാമരാജ് ബ്രദർ വന്ന് നമ്മുടെ എല്ലാം കാല് കഴുകണമായിരുന്നു അല്ലേ. അല്ലാതെ നമ്മള് അവിടെ ചെരുപ്പിട്ടേച്ചിങ് വരികയല്ല അല്ലേ. അപ്പൊ കർത്താവ് ഇവരുടെ കൂട്ടത്തിൽ മറ്റവന്മാരൊന്നും എഴുന്നേറ്റില്ല. നമ്മളൊക്കെ വലിയ അപ്പോസ്തലന്മാര്. നമ്മളാരും പത്രോസിന്റെ കാലേ ഞാനൊന്നും കഴിയാനൊന്നും പോകുന്നില്ല എന്നായിരിക്കും മറ്റുള്ളവർ ചിന്തിച്ചുകൊണ്ട്. പത്രോസ് പിന്നെ കർത്താവ് പോയാൽ ഞാനാണ് ആളെന്നും പറഞ്ഞിരിക്കുകയായിരിക്കും അല്ലേ. പണ്ടൊരു പ്രസംഗം പറഞ്ഞ പോലെ പത്രോസ് വീണില്ലായിരുന്നെങ്കിൽ മാർപ്പാപ്പ ആയിരുന്നു. അതായിരുന്നു പത്രോസ് അല്ലേ. അപ്പോ അതുകൊണ്ട് ആരും അത് ചെയ്തില്ല. അപ്പോ യേശു ക്രിസ്തു എഴുന്നേറ്റ് ഇവരുടെ എല്ലാം കാല് കഴുകി അല്ലേ. അപ്പൊ എന്താണ് അവിടെ തെളിയിക്കുന്ന ചിത്രം? മറ്റുള്ളവരെ സേവിക്കുവാൻ എന്ത് വില കൊടുത്തും താഴുവാനുള്ളൊരു സമർപ്പണം അല്ലേ.
കമ്മിറ്റ്മെന്റ് ടു സെർവ് another at the cost of my humility. ഞാൻ താഴ്ന്ന് മറ്റുള്ളവരെ സേവിക്കാം. അത് സേവിക്കുക എന്ന് പറയുമ്പോൾ അത് പല സൗകര്യത്തിൽ സേവിക്കാം. അല്ലേ, ഇതുപോലെ ഇപ്പോൾ ശനിയാഴ്ച വന്ന് പ്രസംഗം എനിക്ക് എന്തോന്ന് ഒരു ഇച്ചിരി വണ്ടി ഓടിച്ചോട്ട് വരണമെന്നല്ലാതെ ഇതിനകത്ത് എന്തോന്ന് കഷ്ടത, ഒരു കഷ്ടതയില്ല അല്ലേ. പക്ഷെ കാല് കഴുകുക എന്ന് പറഞ്ഞാൽ താഴെ പോകണം അല്ലേ. അത് വില കൊടുക്കുന്ന ശുശ്രൂഷ. എല്ലാ ശുശ്രൂഷയൊന്നും ഇപ്പോൾ വില കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. അപ്പൊ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ കാല് കഴുകുവാൻ വേണ്ടി ഞാൻ താഴാം, ഞാൻ ഒരു അടിമയുടെ സ്ഥാനം എടുക്കാം. അപ്പൊ നമ്മൾ അന്യോന്യം കാല് കഴുകുകയാണെങ്കിൽ അതിപ്പോ ആ ക്രിയ തന്നെ ചെയ്യണമെന്നില്ല, ആ ഒരു മനോഭാവം വന്നാൽ മതി. എൻ്റെ സഹോദരനിൽ ഞാനൊരു അഴുക്ക് കണ്ടാൽ ആ അഴുക്ക് കഴുകിക്കളയാൻ ആര് വില കൊടുക്കും? ഞാൻ വില കൊടുക്കും. അതുകൊണ്ടാണ് ഇത് വിവാഹത്തിൽ ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പുള്ളത്. കാരണം ഭർത്താവ് എന്തോ പറയുന്നത്, നിന്നെ ഞാൻ വഴക്ക് പറഞ്ഞ് അടി തന്ന് വളർത്തുമെന്നല്ല പറയുന്നത്, നിന്നിൽ ഞാനൊരു അഴുക്ക് കണ്ടാൽ ഞാൻ താഴും അല്ലേ. ഞാൻ താന്നിട്ട് നിന്നെ കഴുകും. അത് തന്നെയാണ് എഫീസ്യ ലേഖനത്തിനും പറഞ്ഞിരിക്കുന്നത്, വചനത്താൽ കഴുകണം അല്ലേ. അപ്പോൾ ഞാൻ താഴ്മയുടെ വില കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് എന്ത് തരും? ഞാൻ നിങ്ങൾക്ക് ദയ തരും. എപ്പോ? നിങ്ങളിൽ ഞാനൊരു അശുദ്ധി കാണുമ്പോൾ. നമ്മളൊക്കെ എങ്ങനെ നമ്മുടെ കൂട്ടായ്മയിൽ നമ്മൾ സഹകരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ ബലഹീനതയും പാപവും ഒക്കെ വെളിപ്പെട്ട് വരിക. ഇയാൾക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഉയർന്നിട്ട് വിധിച്ച് എഴുതി തള്ളുമോ അതോ താഴ്ന്നു പോയി കാലി എഴുതുമോ? അല്ലേ? നമ്മുടെ ഒരു സാധാരണ ചിന്താഗതി നമ്മുടെ ഉള്ളിൽ നമ്മൾ നെഗളിച്ച് അവരെ പുച്ഛിക്കും അല്ലേ. കർത്താവിനായിരുന്നു എല്ലാവരെയും പുച്ഛിക്കാനുള്ള ഏറ്റവും അധികാരമുള്ളത് അല്ലേ. നീയൊക്കെ എന്തോന്ന് ആത്മീയ എന്ന് ചോദിക്കാൻ ആകെ കൂടെ അധികാരമുള്ള ഏക വ്യക്തിയായിരുന്നു കർത്താവ്. പക്ഷെ കർത്താവ് അത് ചെയ്യാതെ, വിധിക്കാതെ അല്ലേ. അതാണ് യോഹന്നാൻ 3 ഞാൻ വിധിക്കാനല്ല വന്നത് അല്ലേ, ഞാൻ രക്ഷിക്കാൻ വന്നതാണ്. അപ്പൊ കണ്ടോ, വിധിക്കാതെ രക്ഷിക്കാൻ താഴോട്ട് പോയി, വിനയം അല്ലേ. അപ്പൊ നമ്മൾ അന്യോന്യമുള്ള നമ്മുടെ ശുശ്രൂഷയിൽ ഇതാണ് നമ്മുടെ മനോഭാവം. ഞാൻ ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്, ഞാൻ സംബന്ധിക്കുന്ന സഹോദരി സഹോദരന്മാരിൽ ഏതെങ്കിലുമൊക്കെ വചനപ്രകാരമുള്ള ബലഹീനത, ദൂഷ്യമൊക്കെ കാണുമ്പോൾ, അഴുക്ക് കാണുമ്പോൾ അല്ലേ, അവരെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഞാൻ കർത്താവെ താഴാം അല്ലേ, ഞാൻ വില കൊടുക്കാം, ഞാൻ കൊച്ചാവാം അല്ലേ. അങ്ങനെയാണ് എന്ത് സന്തോഷകരമായ കൂട്ടായ്മയായിരിക്കും. അതാണ് അന്യോന്യം സേവിക്കുക. അതാണ് കർത്താവ് പഠിപ്പിച്ച മാതൃക അല്ലേ. അങ്ങനെ നമ്മൾ അന്യോന്യം ശുശ്രൂഷിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. ഗലാത്യർ 5:13 വായിച്ചേ. ആ കൽപ്പന അവിടെ കിടക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാകാൻ മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിക്കും. ചുമ്മാ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്തിട്ടും കാര്യമില്ല. കുറെ പ്രസംഗമൊക്കെ പ്രസംഗിച്ചു അല്ലേ, ബോറടിപ്പിച്ച എല്ലാവരെയും. സ്നേഹത്തിൽ അന്യോന്യം ശുശ്രൂഷിക്കണം അല്ലേ. അവിടെയും പാപം ചെയ്യാതെ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, അത് പക്ഷേ ജഡത്തിന്റെ പരിപാടിക്ക് ഉപയോഗിക്കരുത് അല്ലേ. അപ്പൊ എന്തൊക്കെ ശുശ്രൂഷകൾ നമ്മൾ ചെയ്യേണ്ടത്? 3 കാര്യം പറയാം. റോമർ 14:19 ആത്മീക വർധന ഉളവാക്കണം. റോമാലേഖനം 14:19 അന്യോന്യം ആത്മീക വർധനവ് ഉള്ളതിന് ശ്രമിക്കണം. ഇതാണ് സാധാരണ നമ്മൾ പറയുന്നത്. അടുത്ത മീറ്റിങ്ങിന് നിങ്ങൾ വരുമ്പം നിങ്ങൾ ഇച്ചിരി ശ്രമിച്ചേച്ച് വരണം. എന്തൊന്നിനാ ശ്രമിക്കണ്ടേ? ചുമ്മാ ഇവിടെ വന്ന് തിന്നാൻ മാത്രമായിട്ട് വരരുത്. തിന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മീയ കാര്യങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി മാത്രം വരരുത്. എൻ്റെ കൂട്ടുവിശ്വാസികൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി വചനത്തിൽ നിന്ന് എന്തെങ്കിലും ധ്യാനിച്ചേച്ച് വരണം. കാരണം അവരുടെ ആത്മീക വർധന ഉണ്ടാക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കണമെന്നായി വചനത്തിൽ പറഞ്ഞത്. അപ്പൊ സമാധാനം പാലിച്ചാൽ മാത്രം പോരാ, ഇനി ഇവൻ വളരുവാനും നമ്മൾ ആഗ്രഹിക്കണം അല്ലേ. അപ്പൊ അതിന് വേണ്ടത് എന്താണ്? ആത്മീക വർധനം എങ്ങനെ വരുന്നത്? വചനത്തിലൂടെ കടന്നു വരുത്തുള്ളൂ അല്ലേ. കൃപാവരങ്ങൾ ജ്വലിപ്പിച്ച് സേവിക്കണം, നമ്മൾ ആത്മീയ ശുശ്രൂഷ ചെയ്യണം, എല്ലാവരും ചെയ്യണം. അപ്പോഴേ എൻ്റെ സഹോദരൻ ആത്മീക വർധന വരുത്തുള്ളൂ. അതിന് നമ്മൾ ശ്രമിക്കണം. അതെങ്ങനെ വരും? 1 തെസ്സലോനിയർ 5:11 എങ്ങനെ വരും? 1 തെസ്സലോനിയർ 5:11 ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന. അപ്പൊ എങ്ങനെ ആത്മീക വർധന വരുന്നേ?
പ്രബോധിപ്പിക്കും. എന്താ പ്രബോധനം? പ്രസംഗമല്ല അല്ലേ? ഈ വാക്കൊക്കെ മലയാളത്തിന് നമ്മളാരും ബൈബിൾ അല്ലാതെ വേറൊരിടത്തും കാണാത്ത വാക്കുകളായിരിക്കും അല്ലേ? പ്രബോധനം എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം ഒരുത്തിന് ബോധം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ബോധം ഉളവാക്കുക, ബുദ്ധി ഉപദേശിക്കുക അല്ലേ? എക്സോർട്ടേഷൻ ഇംഗ്ലീഷിൽ പറയും. യവന ഭാഷയിലെ ആ വാക്കിൻ്റെ അർത്ഥം ഒരു പ്രത്യേക ഒരു നിശ്ചിത ഒരു കർത്തവ്യം ചെയ്യുവാൻ കുറച്ച് പ്രോത്സാഹനം കൊടുക്കണം. അല്ലാതെ ഉപദേശം പഠിപ്പിക്കലല്ല, കർത്താവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ചല്ല. ഒരു പ്രത്യേക ഒരു കൽപ്പന അനുസരിക്കുക, എന്തെങ്കിലും ഒരു ക്രിയ, ഒരു കാര്യം ചെയ്യുക, ഒരു പ്രവൃത്തി, ആ പ്രവൃത്തി ചെയ്യണമെന്ന് പറയുക അല്ലേ? ഇപ്പോൾ ഈ വർഷിപ്പ് ലീഡേഴ്സ് ഒക്കെ അതാണ് ചെയ്യുന്നത്. ആരാധിക്കാം, പാട്ടുപാടാം അല്ലേ, ഉച്ചത്തിൽ സ്തോത്രം പറയും. അതൊരു പ്രവൃത്തി ചെയ്യണമെന്ന് നിങ്ങളോട്, അത് പ്രബോധനമാണ് അല്ലേ? അത് പക്ഷേ 1 മിനിറ്റിലെ പ്രബോധനം, അത് നമുക്ക് അറിയാവുന്ന വിഷയമായിട്ട് അങ്ങനെ വചനത്തിൽ നിന്ന് അങ്ങനെ വിശദീകരിക്കത്തില്ല. പ്രബോധനം കൊടുക്കുന്നു ഇതാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ അന്യോന്യമുള്ള നമ്മുടെ ജീവിതം പങ്കുവെക്കുമ്പം ഈ വ്യക്തിക്ക് ഇന്നാൾ വായിച്ച ആ വാക്യം ഞാൻ വായിച്ചത് ഇവന് വേണ്ടിയിട്ടാണ്, എനിക്കിപ്പോൾ ജീവിതത്തിൽ ഇത് ഗുണമില്ല, ഇത് ഇയാൾക്ക് വേണ്ടി. അപ്പോൾ ആ വചനം കൊടുക്കുക, എന്നിട്ട് പ്രബോധനം കൊടുക്കുക. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇതാണ് വചനം പറയും. ഇങ്ങനെ അന്യോന്യം ഈ വചന വെളിപ്പാടുകൾ നമ്മൾ പങ്കുവെക്കണം, കൈമാറണം. അങ്ങനെ നമ്മൾ പ്രബോധിപ്പിച്ച് ആത്മീക വർധന ഉളവാക്കണം. അപ്പോൾ അന്യോന്യം സേവിക്കണം, താഴ്മയോടെ വില കൊടുത്ത് സേവിക്കണം. എന്തൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്? ആത്മീക വർധന വരുത്തണം. എങ്ങനെ വരുത്താൻ പറ്റും? പ്രബോധനത്തിലൂടെ, വചനം പങ്കുവയ്ക്കണം അല്ലേ? പിന്നെ അതിനോട് ചേർന്ന് പോകുന്ന മൂന്നാമതൊരു കാര്യം, പ്രായോഗിക തലത്തിലൊരു കാര്യമാണ് അതിഥി സൽക്കാരം ചെയ്യണം. അതൊരു സേവനമാണ് പുതിയ നിയമത്തിൽ അല്ലേ? 2 വാക്യങ്ങൾ വായിക്കാം. ആരെങ്കിലും ഒരാൾ 1 പത്രോസ് 4:9 എടുക്കുക. 1 പത്രോസ് 4:9. വേറൊരാൾ എബ്രായർ 13:1. ഒന്നാമത് നമുക്ക് 1 പത്രോസ് 4:9 വായിക്കാം. പിറുപിറുപ്പ് കൂടാതെ അതിഥി സൽക്കാരം. കയറി വന്നിരിക്കുന്ന എല്ലാവരും കഴിക്കാനായിട്ട് എന്ന് പറയരുത്, അങ്ങനെ മെനക്കേടായെന്ന് പറയരുത്. പിറുപിറുപ്പ് കൂടാതെ, അതായത് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞ് സഹോദരങ്ങളുമായിട്ട് നമുക്ക് പങ്കുവെക്കാൻ ഒരു അവസരം ദൈവം തന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് അല്ലേ? ഇവിടെ പറഞ്ഞ പോലെ കയർസിൽ വളരെ സന്തോഷമാണ്, അല്ലാതെ ദുഃഖിക്കേണ്ട ഒരു കാര്യമല്ല എന്ന് പറഞ്ഞ് അതിഥി സൽക്കാരം നമ്മൾ പാലിക്കണം. എബ്രായർ 13:1. സഹോദര പ്രീതി ഇങ്ങനെ തുടർന്ന് പൊക്കോട്ടെ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനോട് ചേർന്ന് അതിഥി സൽക്കാരം മറന്നു പോകരുത്. കണ്ടോ? മതി. അപ്പൊ കണ്ടോ, ഈ അന്യോന്യമുള്ള സേവനത്തിൽ ആത്മീയ കാര്യങ്ങളും വചനം പങ്കുവെക്കലും മാത്രമല്ല, പലപ്പോഴും ഒക്കെ വിളിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അതിഥി സൽക്കാരം അല്ലേ? അതിന് ഒരുപാട് തലങ്ങളുണ്ട്, അതിലോട്ട് ഇപ്പോൾ ഞാൻ കിടക്കുന്നില്ല. വിശ്വാസികൾ മാത്രമല്ല, അപരിചിതരായിട്ടുള്ള വിശ്വാസികൾ, മിഷണറിമാർ, 3 യോഹന്നാനിൽ അങ്ങനെ ഒരു വാക്യമൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ വിശുദ്ധന്മാരെ സേവിക്കണം അല്ലേ? അപ്പോൾ ഒന്നാമതായിട്ട് അന്യോന്യം സ്നേഹിക്കണം, രണ്ടാമതായിട്ട് സേവിക്കണം. ഇനി മൂന്നാമതായിട്ടുള്ള കൽപ്പനകൾ വരുന്നൊരു ഗ്രൂപ്പാണ് നമ്മുടെ തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ കരുതണം, പരസ്പരം കരുതണ്ട വിളിയുള്ളവരാണ് അല്ലേ? 1 കൊരിന്ത്യർ 12:25. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അവിടുത്തെ ആ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, ശരീരത്തിലെ അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ശരീരമാണ് അല്ലേ? പല വിധത്തിലുള്ള കൃപാവരങ്ങൾ ലഭിച്ചിട്ട് ഒരു ശരീരമായിട്ടിരിക്കുന്ന ഒരു സഭ, അവിടെ എന്ത് വേണം? അന്യോന്യം ഒരുപോലെ കരുതണം. അവിടെ പറയാൻ ഈ ഒരുപോലെ എന്ന് പറയാനുള്ള കാരണം, വലിയ കൂടിയ ശ്രേഷ്ഠ വരങ്ങളുള്ളവരെ മാത്രം നിങ്ങൾ കരുതരുത്. പുൾപ്പിറ്റി നിൽക്കുന്നവനും പ്രസംഗിക്കുന്നവനും എല്ലാവരും ഇങ്ങനെ 1 മണിക്കൂർ എന്നെ നോക്കുന്നവനെ മാത്രം കരുതിയാൽ പോരാ അല്ലേ? ഏറ്റവും ചെറിയ ബലഹീനമായവനെയും നിങ്ങൾ കരുതണം. പലപ്പോഴും സഭകളിൽ സംഭവിക്കാറില്ല. അവിടെ ഈ വലിയ സ്റ്റേജ് ഇരിക്കുന്നവരാണ് വലുത് അല്ലേ? എപ്പോഴും എല്ലാവരും കാണുന്ന നേതാക്കന്മാരാണ് വലുത്. അങ്ങനെ പാടില്ല. എല്ലാവരെയും നിങ്ങൾ കരുതണം. അന്യോന്യം ഒരുപോലെ കരുതേണ്ട ഒരു കൂട്ടമായിരിക്കണം ദൈവ സഭ. റോമർ 12:10. അവിടെ 2 കൽപ്പനകളുണ്ട്. അത് ഒന്നൊന്നായിട്ട് നോക്കാം. 2 തമ്മിലാണ്. തമ്മിൽ സ്ഥായിപ്പുണ്ട്, ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ട് കൊള്ളുക. കേട്ടോ, 2 കാര്യങ്ങളുണ്ട്. ഒന്ന്
തമ്മിലുള്ള നമ്മുടെ സഹോദര പ്രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥായി പ്രാപിക്കണം, സ്ഥിരത പ്രാപിക്കണം, അല്ലേ? മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ബി ഡിവോട്ടഡ് ടു വൺ അനദർ ഇൻ ജെന്യുവിൻ ബ്രദർലി ലവ്. അതായത് നിർവ്യാജ സഹോദര പ്രീതിയിൽ തുടർന്നു പോകുന്നവരായിരിക്കണം, തുടർമാനമായിട്ട്. അല്ല വല്ലപ്പോഴും ഇതുപോലെ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ മാത്രം പോരാ, അല്ലേ? അങ്ങനെ ചെയ്തിട്ട് പിന്നെന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? സ്ഥായി പൂണ്ട്. ബാക്കി കൂടെ വായിച്ചേ. അന്യോന്യം. അതും ഈ നേരത്തെ പറഞ്ഞ അതേ യവന പദമാണ്. ബഹുമാനിക്കുന്നതിൽ അന്യോന്യം എന്ത് ചെയ്യണം? മുന്നിട്ട് പോകണം എന്ന് പറഞ്ഞാൽ ഒരു മത്സര ബുദ്ധി വേണം അവിടെ. നീ എന്നെ ഇത്രയ്ക്ക് ബഹുമാനിക്കുന്നു, ഞാൻ നിന്നെക്കോളം ബഹുമാനിക്കും എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷിൽ അതാ പറഞ്ഞ ഔട്ട് ഡു വൺ അനദർ. അത് ശരിയല്ലല്ലോ. നിങ്ങൾ ഇത്ര എന്നെ ബഹുമാനിച്ചെങ്കിൽ ഞാൻ പിന്നെ തിരിച്ചങ്ങോട്ട്, അല്ലേ? ഇപ്പം നമ്മൾ ഓരോരോ വീടുകളിലായിട്ട് കേർസൽ നടത്തുക. അപ്പം നിങ്ങൾക്ക് ഈ മത്സരം ചെയ്യാമായിരുന്നു, ഇവിടെ ഇത്രയും തരുമെങ്കിൽ പിന്നെ അവിടെ കുറച്ചുകൂടെ കൊടുക്കാം, അല്ലേ? അങ്ങനെ എന്ത് കൊടുക്കണമോ? ചിക്കൻ കൊടുക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്? ബഹുമാനം കൊടുക്കണം, അല്ലേ? അത് ഭയങ്കര ഒരു അന്യോന്യം. നമ്മൾ ബഹുമാനം കൊടുക്കണം. അത് കരുതലിൻ്റെ ഒരു ഭാഗമാണ് അന്യോന്യം. നമ്മൾ ബഹുമാനിക്കാറുണ്ടോ? എല്ലാം നേരത്തെ പറഞ്ഞല്ലോ, എല്ലാം ഒരുപോലെ. അല്ലാതെ പ്രസംഗകനെയും വലിയ കുടിയവനെയും ബഹുമാനിക്കാതെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരെയും ബഹുമാനിക്കാറുണ്ടോ നമ്മൾ? ഇപ്പം നമ്മുടെ സഭയിൽ ഒരാൾ വരുന്നു, വായനം എന്ന് പറഞ്ഞുകൊണ്ട് ചുമ്മാ ബാക്കിയിരിക്കും. നമുക്ക് ബഹുമാനം ഉണ്ടോ? അപ്പൊ പറയും എന്തോ ബഹുമാനിക്കാതിരിക്കുന്നല്ലേ? ക്രിസ്തുവിലാണ്, അത്രേ ഉള്ളൂ. ക്രിസ്തുവിന്റെ ഒരു അവയവമാണ്. അപ്പൊ ബഹുമാനം അർഹിക്കുന്നുണ്ട്, അല്ലേ? ബഹുമാനം ഉണ്ടോ നമുക്ക്? ബഹുമാനം ഉണ്ടായിരിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ് ഫിലിപ്പിയർ 2:3-4. നമ്മുടെ ഉള്ളിൽ ഈ മനോഭാവം എപ്പോഴും വേണം, അല്ലേ? ഫിലിപ്പിയർ 2:3-4. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യരുത്. പിന്നെ മറ്റുള്ളവൻ എന്നെക്കാളും ശ്രേഷ്ഠനെന്ന് നിന്ദിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എന്നെക്കാളും ആത്മീയനാണെന്നാണ്. ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അവനൊരു കള്ളം വിശ്വസിക്കണമെന്നല്ല, അല്ലേ? ഇവരെല്ലാം എന്നെക്കാളും ആത്മീയരാണെന്ന് ചിലപ്പോൾ പറഞ്ഞാൽ ചിലപ്പം ഇന്നലെ വന്നൊരു പൊതുവിശ്വാസം ശരി, അവനങ്ങനെ എന്നെക്കാളും ആത്മീയനല്ല, ശ്രേഷ്ഠനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തിൽ ശ്രേഷ്ഠൻ? അതാണ് അടുത്ത വാക്യം. അപ്പൊ ആരുടെ ഗുണം നോക്കണമെന്ന് പറയുമ്പം ഒന്നാമത്തെ മുൻഗണന മറ്റുള്ളവർ. അതാണ് അവിടുത്തെ ശ്രേഷ്ഠത, ഇമ്പോർട്ടൻസ്, അല്ലേ? അതാണ് അവിടെ. എന്നെക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കിയുള്ളവരെല്ലാം. ആർക്ക് പ്രയോറിറ്റി, ആർക്ക് മുൻഗണന കൊടുക്കണം? മറ്റുള്ളവർ. അവരുടെ നന്മ നടക്കട്ടെ, എനിക്കിപ്പോൾ നന്മയൊന്നും കിട്ടിയില്ലെങ്കിൽ, അല്ലേ? അതായിരിക്കണം നമ്മുടെ എല്ലാം അങ്ങനെ വരുമ്പോൾ എന്ത് വരും? ബഹുമാനമൊക്കെ വരും. കാരണം ഞാനിവിടെ സേവകൻ, നിങ്ങളൊക്കെ, അല്ലേ? കർത്താവ് അല്ലേ പറഞ്ഞു, നിങ്ങളൊക്കെ കസേരയിലൊക്കെ ഇരുന്നു, ഞാൻ കാലൊക്കെ കഴിയും, ഞാൻ അടിമ താഴെ, അല്ലേ? എപ്പോഴും ആ ഒരു മനസ്സുണ്ടെങ്കിൽ എന്തെളുപ്പം. നിങ്ങളെല്ലാം ഞാൻ സേവിക്കപ്പെടേണ്ടവർ, ഞാൻ സേവകൻ. സേവകന് ബഹുമാനം വേണ്ടല്ലോ, സേവിക്കപ്പെടുന്നവരാണല്ലോ ബഹുമാനിക്കപ്പെടേണ്ടത്, അല്ലേ? ഈ കരുതലിൻ്റെ ഭാഗമായി ബഹുമാനം മാത്രമല്ല മനസ്സലിവും ദയയും വേണം, അല്ലേ? പ്രത്യേകിച്ച് ഈ മനസ്സലിവ് എന്നുള്ള വാക്ക് പലപ്പോഴും വിശ്വാസികളുടെ ഒരു പ്രശ്നം ഇതാണ്. നമുക്ക് അനുകമ്പയില്ല, അല്ലേ? നമ്മുടെ മനസ്സ് അലിയാറുണ്ടോ? എനിക്ക് ആ വാക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വാക്ക്. മനസ്സ്, ഇംഗ്ലീഷ് കമ്പാഷൻ, അത് ലാറ്റിൻ ഭാഷയിൽ നിന്ന് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒന്നും അത് പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ ആ വാക്കിൻ്റെ അർത്ഥം, അല്ലേ? കം എന്നുള്ള COM ലാറ്റിനിലെ ഒരു കൺജക്റ്റീവാണ്. അതൊന്നും നമുക്കൊന്ന് മനസ്സിലാക്കും, അല്ലേ? പക്ഷെ ഇവിടെ പറയുന്നുണ്ടോ കമ്പാഷനിൽ പാഷൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയോ? സഫറിങ് എന്ന്, അല്ലേ? അനുകമ്പ, സഹാനുഭൂതി എന്നുള്ളതാണ് അർത്ഥം. നിങ്ങൾ കടന്നു പോകുന്ന അതേ കഷ്ടത ഞാനും അനുഭവിക്കുന്നു. അതാണ് ഇംഗ്ലീഷിൽ കംപാഷൻ. ആ പാഷൻ എന്ന് പറഞ്ഞാൽ, പാഷൻ വേറൊരു അർത്ഥമുണ്ട്, സഫറിങ് എന്നൊരു അർത്ഥമുണ്ട്, അല്ലേ? പാഷൻ ഓഫ് ക്രൈസ്റ്റ് സിനിമ, ആ പാഷൻ ഈസ് സഫറിങ്, അല്ലേ? കഷ്ടത എന്നുള്ള അർത്ഥത്തിനാണ്. പക്ഷേ മലയാളത്തിലെ വാക്ക് നല്ല വാക്ക്, മനസ്സ് അലിഞ്ഞുപോയി, അല്ലേ? ആർദ്രത, അല്ലേ? അത് നല്ല വാക്കല്ലേ? ഒരാളെ കണ്ടപ്പോൾ അയാളുടെ പ്രശ്നമൊക്കെ കേട്ടപ്പം മനസ്സ് കട്ടി പിടിച്ചില്ല, മെഴുകുപോലെ അലിഞ്ഞു. അങ്ങനെ മനസ്സലിവുണ്ടോ? നമുക്ക് ഈ വാക്യം എടുത്ത് വായിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എഫീഷ്യർ 4:32. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും കർത്താവ് നിങ്ങളെ ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കുകയും വേണം. എങ്ങനെ ക്ഷമിക്കണം? കർത്താവ് നമ്മെ ക്ഷമിച്ചതുപോലെ, അല്ലേ? എങ്ങനെ കർത്താവ് നമ്മളെ ക്ഷമിക്കുന്നത്? ഒരേ പാപം 1 കോടി പ്രാവശ്യം ചെയ്താലും യഥാർത്ഥമായിട്ട് മാനസാന്തരപ്പെട്ട് വന്നാൽ ക്ഷമ കൊടുക്കും. അല്ലാതെ 1 കോടിയൊക്കെ ആയി, നീയൊക്കെ ഇനി നിനക്കൊന്നും ഇനി ഒരു കൃപയില്ല എന്നാണോ? അല്ലേ? നമ്മളൊക്കെ അങ്ങനെയല്ലേ?
ഒരേ കാര്യം ഒരാൾ ചെയ്ത് നമ്മൾ സാധാരണ പറയുന്നുണ്ട്, എത്ര പ്രാവശ്യം പറയണം അല്ലേ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ അല്ലേ. നമ്മളിതൊക്കെ നമ്മുടെ അടുത്ത് എപ്പോഴെങ്കിലും കർത്താവ് ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കർത്താവ് ഇതൊന്നും പറയാറില്ല അല്ലേ. ഒരേ വാവ് 1 കോടിയോ 10 കോടിയോ ഒക്കെ ആയി കാണും, അറിഞ്ഞൂടാ. കർത്താവ് പക്ഷേ മാനസാന്തരപ്പെടുകയാണെങ്കിൽ അപ്പം ഇന്നലെ മാനസാന്തരപ്പെട്ടല്ലോ, ബാങ്കി കയറിക്കോ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ നമ്മൾ ദയയും മനസ്സലിവും അന്യോന്യം ക്ഷമിക്കുന്നവരുമായിരിക്കണം. അതിന് തൊട്ടുമ്പത്തെ വാക്യത്തിലുണ്ട്, കയ്പും ക്രോധവും കുറ്റാരവും അല്ലേ കോപവും ഒന്നും പാടില്ല അല്ലേ. അപ്പോൾ നമ്മൾ അന്യോന്യം ക്ഷമിക്കാറുണ്ടോ? അന്യോന്യം നമുക്ക് മനസ്സലിവുണ്ടോ? ഈ വാക്യം നമ്മൾ വായിക്കുന്നില്ല, കാരണം ഇത് അറിയാവുന്നൊരു വാക്യം. 1 തെസ്സലോനിക്കർ 4:18 പറയുന്നുണ്ട്, നിങ്ങൾ ഈ സത്യങ്ങൾ അന്യോന്യം പറഞ്ഞ് ആശ്വസിപ്പിക്കണം അല്ലേ. മരണസമയത്ത് നമ്മൾ വായിക്കുന്നൊരു വാക്യമാണ്. കർത്താവിൻ്റെ പുനരുത്ഥാനത്തെ കുറിച്ചുള്ള സത്യങ്ങൾ അന്യോന്യം പറഞ്ഞ് ആശ്വസിപ്പിക്കണം. നമ്മൾ ആശ്വസിപ്പിക്കാറുണ്ടോ അല്ലേ? ഇതെല്ലാം കരുതലാണ് അല്ലേ. ആ വ്യക്തിക്ക് ബഹുമാനം കൊടുക്കുന്നു അല്ലേ, ആ വ്യക്തിയെ ശ്രേഷ്ഠനെന്നെണ്ണി അവൻ്റെ ഗുണം എൻ്റെ ഗുണത്തെക്കാളും വലുതായിട്ട് എണ്ണുന്നു അല്ലേ, അവനോട് മനസ്സലിവ് തോന്നുന്നു അല്ലേ, അവനോട് ഒരു കയ്പും വെച്ച് പുലർത്തുന്നില്ല, അവനെ പൊറുക്കുന്നു, അവനെ ആശ്വസിപ്പിക്കുന്നു അല്ലേ. 1 തെസ്സലോനിക്കർ 5:15 വായിക്കാം. അത് നമ്മൾ കേൾക്കുന്ന ഒരു വാക്യമല്ല. ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുകയും ആ തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുകയും. പ്രതികാരം നമുക്ക് പറഞ്ഞിട്ടുള്ളൊരു വിഷയമല്ല. വിശ്വാസികൾക്ക് പ്രതികാരം ചേർന്നു പോകുന്ന കാര്യമല്ല അല്ലേ. റോമർ 12 ഒരു വാക്യമുണ്ട്, പ്രതികാരം എനിക്കുള്ളത് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ദൈവക്രോധത്തിനായിട്ട് റൂം ഇട്ടിരിക്കുക. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. വെഞ്ചൻസ് ബിലോങ്സ് ടു മൈൻ, ലീവ് റൂം ഫോർ ദ റാത്ത് ഓഫ് ഗോഡ്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതികാരം വേണോ അതോ ആ വ്യക്തി ദൈവക്രോധത്തിൽ പോകണം, ഏത് വേണമെന്ന് തിരഞ്ഞെടുക്കുക അല്ലേ. ദൈവം ക്രോധം കൊടുക്കുന്നതാണോ നിങ്ങൾ പ്രതികാരം ചെയ്യുന്നതാണോ നല്ലത്? അപ്പോൾ പ്രതികാരം ചെയ്താൽ അത് പോയി, ദൈവക്രോധം പോയി അല്ലേ. അപ്പോൾ നമ്മൾ അന്യോന്യം എന്ത് ചെയ്യരുത്, തിന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തിക്കാതെ. പിന്നെ എന്തോ ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്? എല്ലാവർക്കും വായിച്ചാട്ടെ, എപ്പോഴും. അതൊക്കെ മറന്നു പോകരുത്. എല്ലാവർക്കും എപ്പോഴും അല്ല, വല്ലപ്പോഴും നമ്മൾ ഈ ചാരിറ്റി ഓർഗനൈസേഷനെ പോലെ 10 വർഷത്തിൽ ഒരിക്കൽ വീട് വെച്ച് കൊടുത്തു. എല്ലാവർക്കും, ആരും ഇനി ഒഴിച്ചിട്ടില്ല, എപ്പോഴും, പിന്നെ ഒരു സമയവും ഇല്ല ഒഴിച്ചിട്ടില്ല, എന്ത് ചെയ്യണം? നന്മ ചെയ്തോണ്ടിരിപ്പിനെന്ന്. അപ്പൊ നന്മ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു എന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ. ഇംഗ്ലീഷിൽ സ്ട്രൈവ്, അത് രാവിലെ ജോലിക്കൊക്കെ പോയിട്ട് കിടന്ന് നമ്മള് പ്രയത്നിക്കുന്ന പോലെ ചെയ്യണമെന്നായി പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെ ഇങ്ങനെയാണോ? എല്ലാവർക്കും അല്ലേ. നമ്മൾ ചിലപ്പോൾ സാധാരണയൊക്കെ പറയാറുണ്ട് യോഗ്യന്മാർക്ക് ചെയ്യാം അല്ലേ. ഇത് പറഞ്ഞു എല്ലാവർക്കും എല്ലായ്പ്പോഴും. അപ്പൊ കണ്ടോ, ഈ ശരീരം കരുതലുള്ളൊരു ശരീരമാണ് അല്ലേ. നമ്മുടെ ശരീരം ഇങ്ങനല്ലേ അല്ലേ. അപ്പൊ നമ്മുടെ ഹാർട്ടിനൊരു വേദന വന്നപ്പോൾ ബ്രെയിൻ എല്ലാം കൂടെ ഓടിച്ചാടി വന്നു. പക്ഷെ എൻ്റെ ചെറുവിരലിന് വേദന പറഞ്ഞു, അവൻ ചെറുവിരലാണ് പോകാൻ പറ എന്നാണോ പറയുന്നത് ശരീരം? അല്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെ. നമ്മളങ്ങനാണോ? നമ്മൾ അങ്ങനെ ആകണം അല്ലേ. അപ്പൊ നമ്മുടെ തമ്മിലുള്ള ബന്ധത്തിൽ നമ്മൾ അന്യോന്യം സ്നേഹിക്കണം, സേവിക്കണം, കരുതണം. മൂന്നാമത്തത് താങ്ങണം. അങ്ങനെയും വാക്യങ്ങൾ, കുറച്ച് വാക്യങ്ങളേ ഉള്ളൂ. ഗലാത്യ ലേഖനം 6:2 we should support അല്ലെങ്കിൽ bear one another. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ. അങ്ങനെ ക്രിസ്തുവിന്റെ ഒരു ന്യായപ്രമാണമുണ്ട്. ഇത് പഴയ നിയമമല്ല, ക്രിസ്തുവിന്റെ ഒരു നിയമമുണ്ട്. ക്രിസ്തുവിന്റെ സ്വഭാവം മാനദണ്ഡമാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? അന്യോന്യമുള്ള ഭാരങ്ങൾ നമ്മൾ ചുമക്കണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ ഉണ്ടേ പറയണേന്ന് പറയത്തില്ല. എന്തുകൊണ്ടാ? ചുമ്മാ ഒരു 5 മിനിറ്റ് പോയി കിട്ടും ക്ലോക്കിൽ, പ്രാർത്ഥിച്ചു എന്ന് പറയാം. അല്ലല്ല, നിങ്ങളുടെ ഭാരം എൻ്റെ ഭാരമാണ്, ഞാനും പ്രാർത്ഥനയിൽ ആ ഭാരം ചുമക്കാം അല്ലേ. അങ്ങനെ തമ്മിൽ ഭാരം ചുമക്കണം അല്ലേ. അങ്ങനെ ക്രിസ്തുവിൻ്റെ നിയമം നമ്മൾ പാലിക്കണം. എഫീസ്യ ലേഖനം 4:2 പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം ഓർക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാനം കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്നു.
അപ്പോൾ ഭാരം ചുമക്കുക മാത്രമല്ല, താങ്ങുക എന്ന് പറയുമ്പോൾ അന്യോന്യം പൊറുക്കുക വേണം. കൊലോസ്യർ 3:13. ഒരുവനോട് ഒരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. അപ്പൊ ക്ഷമ മാത്രം പോരാ, പൊറുക്കുകയും വേണം. ഫോർഗിവ്നെസ് മാത്രമല്ല, ഫോർബെയറൻസും ഉണ്ട്. അതായത് ഇവൻ പാപം ചെയ്തു, ക്ഷമിച്ചു, പിന്നെയും പാപം ചെയ്തുകൊണ്ടിരിക്കുക, വെച്ച് പൊറുപ്പിക്കുക, അല്ലേ? അയാളുടെ ബലഹീനതയാണെന്ന് പറഞ്ഞ് ഇയാൾ കുറച്ച് സമയം കൊടുക്കുക, അയാളൊന്ന് മാറണം. അപ്പോൾ ഉണ്ടാകുന്ന ഇറിറ്റേഷനൊക്കെ സഹിക്കുക. അതാണ് ഫോർഗിവ്നെസ്സും ഫോർബെയറൻസും തമ്മിലുള്ള വ്യത്യാസം. ക്ഷമയും പൊറുക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും ക്ഷമയാണ്. നമ്മൾ അയാളുടെ പാപത്തിനൊത്തവണ്ണം അയാളോട് നമ്മൾ പെരുമാറുന്നില്ല, പ്രതിഫലം കൊടുക്കുന്നില്ല, ശിക്ഷിക്കുന്നില്ല. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വിഷയം മറന്നു. പൊറുക്കുക എന്ന് പറഞ്ഞാൽ ഇവൻ രൂപാന്തരപ്പെട്ട് മാറിയിട്ടില്ല, അതിനിടയിലുള്ള കാലയളവുണ്ടല്ലോ, അത് സഹിക്കാൻ തയ്യാറാണ്. അതും ഈ ബെയറിംഗ് ആണ്. താങ്ങി, എന്താ പറയുക, അന്യോന്യം നമ്മൾ താങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലേ? അപ്പം നമ്മൾ അന്യോന്യമുള്ള ഭാരങ്ങൾ ചുമക്കണം, അന്യോന്യം പൊറുക്കണം. അതോടൊപ്പം തന്നെ പോകുന്ന ഒരു കാര്യമാണ് ഈ യാക്കോബ് 5:16. തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കണം, അല്ലേ? ചില രോഗങ്ങളൊക്കെ വരുന്നത് പാപം കാരണമാണ്. അപ്പൊ ആ രോഗം വരുമ്പം എല്ലാ രോഗം പാപങ്ങൾ കാരണമല്ല. അത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് കാണാവുന്നതാണ്. യോഹന്നാൻ 5 രോഗത്താൽ വന്ന പക്ഷവാതക്കാരൻ, അല്ലേ? യോഹന്നാൻ 9 അങ്ങനല്ല. അവൻ ജന്മനാ അവൻ അന്ധനായിരുന്നു, അപ്പൻ്റെയും പാപമല്ല, അമ്മയുടെയും പാപമല്ല, ആരുടെയും പാപമല്ല എന്ന് കർത്താവ് തന്നെ പറയുന്നു, അല്ലേ? ദൈവമഹത്വത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ രോഗവും പാപത്താലല്ല, വ്യക്തിപരമായ പാപത്താലല്ല. ചില രോഗങ്ങൾ പക്ഷെ വ്യക്തിപരമായ പാപം നിമിത്തമാണ്. അപ്പോൾ ആ രോഗം വരുമ്പോൾ എന്ത് ചെയ്യണം? ഒരു ലിസ്റ്റ് എടുക്കണം. ആരോടൊക്കെയോ ക്ഷമ ചോദിക്കാനുണ്ടോ, അല്ലേ? അതൊന്ന് റൂൾ ഔട്ട് ചെയ്യണം. ചിലപ്പോൾ ഒന്നും കാണത്തില്ല, പാപം കാരണമായിരിക്കത്തില്ല, അല്ലേ? അങ്ങനെ ഉള്ളപ്പോഴാണ് പറഞ്ഞത് രോഗശാന്തി ലഭിക്കുവാനായിട്ട് നിങ്ങൾ അന്യോന്യം നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയണം. നമ്മൾ പിന്നെ കത്തോലിക്കക്കാരെയൊക്കെ കണ്ടതുകൊണ്ട് അതൊന്നും വേണ്ടെന്ന് പഠിപ്പിച്ച് സുഖമായിട്ടിരിക്കുക, അല്ലേ? നമ്മൾ ആര് പറയുന്ന അന്യോന്യം പാപങ്ങളെ ഏറ്റുപറയാറുണ്ടോ? നമ്മൾ മാനസാന്തരപ്പെടാറുണ്ടോ? നമ്മൾ ദൈവത്തോട് മാത്രം, അല്ലേ? അന്യോന്യം മാനസാന്തരപ്പെടണം. അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഒരുവനോട് ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പൊ കണ്ടോ, ഇതെല്ലാം നമ്മുടെ അന്യോന്യമുള്ള ഈ താങ്ങുക എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയോ ദൂഷ്യങ്ങളുണ്ട്, അല്ലേ? അവൻ പാപം ചെയ്തു, അല്ലേ? അവനെ പൊറുക്കേണ്ട ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ പാപം അവൻ ഏറ്റുപറഞ്ഞിട്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. ഇതെല്ലാം സപ്പോർട്ടിങ് ആണ് വൺ അനദർ, അല്ലേ? അപ്പോൾ അത്രയും വാക്യങ്ങളേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ നമ്മുടെ തമ്മിലുള്ള ബന്ധത്തിൽ ആദ്യം സ്നേഹിക്കുന്നു, സേവിക്കുന്നു, കരുതുന്നു, താങ്ങുന്നു. ഇനി 4-മതായിട്ടുള്ളത് അന്യോന്യം കീഴ്പ്പെടണം. അങ്ങനെയും കുറച്ച് വാക്യങ്ങളുണ്ട്. ഏറ്റവും കാതലായ വാക്യം എഫീസ്യലേഖനം 5:21. വളരെ വേഗത്തിൽ വായിക്കാം. ഒരാൾ എഫീസ്യലേഖനം 5:21 എടുക്കുക, മറ്റൊരാൾ 1 പത്രോസ് 5:5 എടുക്കുക. ഈ 2 വാക്യങ്ങൾ നമ്മൾ നോക്കുന്നു. ഈ വാക്യം തുടങ്ങുകയാണ്. ഇവിടെ വലിയൊരു വേദഭാഗം തുടങ്ങുകയാണ്. എന്താണ്? ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം, അല്ലേ? അപ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെട്ടിരിക്കുക എന്നൊക്കെ പിന്നീട് വരുന്നുണ്ട്. പക്ഷെ അത് തുടങ്ങുന്നത് എങ്ങനെയാ? ക്രിസ്തുവിനെ ഭയപ്പെട്ട് അന്യോന്യം അപ്പൊ ഭർത്താവ് ഭാര്യയോട് കീഴ്പ്പെടണം. ഒരു കൂട്ടുവിശ്വാസി എന്നുള്ള രീതിയിൽ ഈ കൂട്ടായ്മ വിഷയത്തിൽ അവർ രണ്ടുപേരും ഒന്നാണ്. 2 വിശ്വാസികൾ എന്ന രീതിയിൽ അന്യോന്യം കീഴ്പ്പെടണം. പിന്നെ ഭർത്താവ് എന്ന രീതിയിൽ ഭാര്യ ഭർത്താവിനോട് കീഴ്പ്പെടണം. അത് വേറെ രണ്ടാമത്തെ വിഷയം, അല്ലേ? വിശ്വാസികൾ എന്ന രീതിയിൽ, 2 ആത്മാക്കൾ എന്ന രീതിയിൽ അവരൊന്നാണ്. അവരെന്ത് ചെയ്യണം? ക്രിസ്തുവിനെ ഭയപ്പെട്ട്, നിങ്ങൾ ശരീരത്തിൻ്റെ വേറൊരു അവയം, ഞാൻ ശരീരത്തിൻ്റെ വേറൊരു അവയം, അത്രയേ ഉള്ളൂ. ഇവിടെ ആരും തലയുമില്ല വാലുമില്ല. വിവാഹത്തിനകത്താണ് പിന്നെ തലയും ശരീരവുമായിട്ട് ഭാര്യാഭർത്ത ബന്ധം വരുന്നത്. പക്ഷെ തുടക്കം കണ്ടോ? കർത്താവിനെ ഭയപ്പെട്ട് അന്യോന്യം കീഴ്പ്പെടണം. അപ്പോൾ അത് നേതാക്കന്മാർക്കൊക്കെ ബാധകമാണോ, അല്ലേ? അതൊരു ചോദ്യമാണ്. അത് 1 പത്രോസ് വായിച്ചു വെച്ച് നോക്കാം. 1 പത്രോസ് 5:5 ഒന്ന് വായിച്ചേ. യൗവനക്കാരെ മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിപ്പിൻ. അപ്പൊ അതാരാണ് ആ എല്ലാവരും എന്ന് പറഞ്ഞത്? ഈ യൗവനക്കാർ മാത്രമാണോ? അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട്. മൂപ്പന്മാരെ ഒഴിച്ച് ബാക്കി എല്ലാവരും താഴ്മയൊക്കെ ധരിച്ചോണം. ഞങ്ങൾക്ക് പിന്നെ
താഴ്മയൊന്നുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം? അല്ല, അതല്ല എൻ്റെ അർത്ഥം. എല്ലാവരും, പിന്നെ യൗവനക്കാർ വിശേഷിച്ച് മൂപ്പന്മാരോട് കീഴ്പ്പെട്ടിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ വിശേഷിച്ച് ഭാര്യമാർ ഭർത്താക്കന്മാരോട് കീഴ്പ്പെട്ടിരിക്കണം. പക്ഷെ എല്ലാവർക്കും ഉള്ളതാണ് എന്ത്? താഴ്മ ധരിക്കണം. താഴ്മ ധരിച്ച് അന്യോന്യം കീഴ്പ്പെടണം, അല്ലേ? അപ്പം നമ്മൾ കൂടിയവനും കുറഞ്ഞവനും ഒന്നും ഈ കൂട്ടായ്മയിലില്ല, അല്ലേ? അപ്പോൾ ഇതാണ് എൻ്റെ ഒരു രത്ന ചുരുക്കം. ഈ 93 വാക്യങ്ങളുള്ളതിനെ ഈ 4 ഗ്രൂപ്പുകളായിട്ട് നമുക്ക് തിരിക്കാം. നമ്മുടെ കൂട്ടായ്മയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്, അല്ലേ? എന്തൊക്കെ ചെയ്യണം? അന്യോന്യം സ്നേഹിക്കണം, സേവിക്കണം, കരുതണം, താങ്ങണം, കീഴ്പ്പെടണം. ഇതെല്ലാം കൂടെ ഒരു രത്ന ചുരുക്കത്തിൽ പറയണമെങ്കിൽ എബ്രായർ 10:24 വായിക്കാം. ചിലർ ചെയ്യുന്നത് പോലെ ആ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. ഇപ്പൊ നമ്മൾ കണ്ട എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്, അല്ലേ? 2 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ കൂട്ടുവിശ്വാസികൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കണം. അവർ സ്നേഹത്തിൽ വളരണം, അവർ സൽപ്രവൃത്തിയിൽ വളരണം. എങ്ങനെ പറ്റും? പ്രബോധിപ്പിക്കണം, അല്ലേ? അപ്പോൾ അവരെ സേവിച്ച് അവരെ സ്നേഹത്തിൽ വളർത്തണം, അവരെ കരുതണം, അല്ലേ? ഇതൊക്കെ എവിടെ നടക്കണം? സഭായോഗങ്ങളിൽ, കൂട്ടായ്മയിൽ സംഭവിക്കണം, അല്ലേ? പക്ഷെ അതിൻ്റെ ആ പശ്ചാത്തലം ഒന്ന് വായിക്കാം. 10:19 മുതൽ 25 വരെ ഒന്ന് ഓടിച്ചങ്ങ് വായിക്കാവും. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളയ്ക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. അടുത്ത വാക്യം. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. ചിലർ ചെയ്യുന്നത് പോലെ ഇവിടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും ഉത്സാഹം വർദ്ധിപ്പിക്കുവാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നത് കാണുന്നതോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഈ പശ്ചാത്തലം എല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോഴാണ് അതിന്റെ പൂർണ്ണ ചിത്രം കടന്നു വരുന്നത്. എബ്രായ ലേഖന കർത്താവ് ഈ ലേഖനം മുഴുവൻ എടുത്ത് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്, അല്ലേ? കർത്താവ് സ്വന്തം രക്തം ചീന്തി ദൈവസന്നിധിയിലേക്ക്, കൃപാസന്നിധിക്ക് അടുത്ത് ചെല്ലുക എന്നൊക്കെ നമ്മൾ ആദ്യം പാടി, അല്ലേ? അങ്ങനെ കൃപാസനത്തിന് അടുക്ക ചെല്ലാൻ പുതിയൊരു ജീവനുള്ള വഴി തുറന്നു കിട്ടി നമുക്ക്. അങ്ങനെ തുറന്നു കിട്ടി മാത്രമല്ല, അതിനകത്ത് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല മഹാപുരോഹിതനും നമുക്കുണ്ട്. ഇതൊക്കെ നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സൂക്ഷിച്ച് ചുമ്മാ ഇരുന്നാൽ മതിയോ? അല്ല, പൂർണ്ണ ധൈര്യത്തോടെ നമ്മൾ അവൻ്റെ അടുക്ക ചെല്ലുക, ദൈവത്തോട് അടുക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുക, ആത്മീയതയിൽ വളരുക. അതിന് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സഭായോഗങ്ങൾ മുറിക്കരുതെന്ന് പറഞ്ഞത്. ഉണ്ടോ? ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നുണ്ടോ? ദൈവത്തോട് അടുക്കുമ്പം നമ്മൾ തമ്മിലുള്ള, ആദ്യം പറഞ്ഞത്, കൂട്ടായ്മ വർദ്ധിക്കും, അല്ലേ? അപ്പൊ അടിസ്ഥാനം ദൈവവും ഞാനും തമ്മിലുള്ള ബന്ധമാണ്. അങ്ങനെ ദൈവത്തോട് അടുക്കാൻ ആഗ്രഹമുള്ളവർ കൂടി വരുന്നതാണ് സഭായോഗം. അതുകൊണ്ട് തന്നെ അത് തന്നെ ആയിരിക്കണം ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അന്യോന്യം പ്രബോധിപ്പിച്ച് സ്നേഹവും സൽപ്രവൃത്തിയും വളർത്തണം. നാൾ സമീപിക്കും തോറും അത് കൂടുതൽ ചെയ്യണം. കാരണം നാള് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവെടുക്കും തോറും പാപപ്രലോഭനങ്ങളും ലോകമൊക്കെ വക്രത പിടിച്ച് വല്ലാതാകും. അപ്പൊ ഇവിടെ മാത്രമേ ഉള്ളൂ ഇതിനെതിരെ വല്ലതും കേൾക്കാൻ പോകുന്നത്, അല്ലേ? നമ്മുടെ ഹൃദയങ്ങളൊക്കെ ബുദ്ധി പ്രാപിക്കുന്നത് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ കഥയും പാട്ടും കോമഡി ആയാൽ ഇന്നത്തെ സ്ഥിതിയാവും. വിശ്വാസികളെല്ലാം വീട്ടില് ഒരു യോഗത്തിന് പോയി എന്നും പറഞ്ഞു പോവാം. അപ്പൊ നമ്മുടെ സഭായോഗത്തിന് എന്തുമാത്രം വില നമ്മൾ കൊടുക്കണം, അവിടെ ആത്മീക ഗുണമേന്മ ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പൊ നമ്മുടെ കൂട്ടായ്മയിൽ എന്ത് ചെയ്യണം? ഈ 4 കാര്യങ്ങൾ ചെയ്യണം. എന്ത് ചെയ്യാൻ പാടില്ല? ഓടിച്ചങ്ങ് പറയാൻ പോവാണ്. 7 കാര്യങ്ങളുണ്ട്. 7 കൽപ്പനകൾ നമ്മൾ തമ്മിൽ ചെയ്യാൻ പാടില്ലാത്തതായിട്ടുണ്ട്. എല്ലാ വാക്യങ്ങളും എടുത്ത് വായിക്കുന്നില്ല. യോഹന്നാൻ 5:44 പറഞ്ഞിരിക്കുകയാണ്, അന്യോന്യം എന്ത് കണ്ടുപിടിക്കരുത്? നമ്മൾ ബഹുമാനം, നമ്മൾ അന്യോന്യമുള്ള ബന്ധത്തിൽ നോക്കരുത്. ബഹുമാനം ദൈവത്തിൽ നിന്ന് വേണം നോക്കാൻ. അതായത് വേറൊരുത്തനെ ഇംപ്രസ് ചെയ്തിട്ട് എനിക്ക് കുറച്ച് മാനം കിട്ടും, അത് പാടില്ല. എന്നാൽ ബഹുമാനം അന്യോന്യം കൊടുക്കണം. ഇത് കണ്ടോ? ഇതാണ് നല്ല സഭകളിലൊക്കെ, വിശുദ്ധന്മാരുടെ സഭകളിൽ കണ്ടോ,
ഇങ്ങോട്ടും അന്യോന്യം ബഹുമാനിക്കാൻ ഓടി നടക്കാണ്. ഒരുത്തന് ബഹുമാനം വേണ്ടതാണ്. രണ്ടും കൂടെ ചേരുമ്പോഴാണ് ആത്മീയത, അല്ലേ? ബഹുമാനം വേണമെന്ന് പറഞ്ഞ് പിടിവാശി പിടിക്കുന്നവരുണ്ടെങ്കിൽ അവർ അനാത്മീയരാണ്. ആ സഭ തൊലിച്ച് കൈ കിട്ടും. എന്നും ഞാൻ തന്നെ പ്രസംഗിക്കണം, ഞാൻ തന്നെ പുൾപിറ്റിൻ്റെ കാണണം, അല്ലേ, എനിക്കത് ചെയ്യണം എന്നൊക്കെ പറയുന്ന സഭകളുണ്ടല്ലോ. അത് ബഹുമാനം വേണമെന്ന് പറയുന്നത്. അവർ ദൈവത്തിൽ നിന്നല്ല ബഹുമാനം പ്രതീക്ഷിക്കുന്നു, അല്ലേ? അന്യോന്യം ബഹുമാനം കൊടുക്കാൻ വളരെ ഉത്സാഹമുള്ളവരും എന്നാൽ ഇങ്ങോട്ട് ബഹുമാനം കിട്ടണമെന്ന് ഒരാഗ്രഹമില്ല. എൻ്റെ പ്രതിഫലമൊക്കെ ദൈവത്തിന്, എനിക്ക് ദൈവം തരും ബഹുമാനം. അപ്പോൾ യോഹന്നാൻ 5:44 അന്യോന്യം ബഹുമാനം നോക്കാതെ ദൈവത്തിൽ നിന്ന് വേണം ബഹുമാനം അന്വേഷിക്കുവാൻ. റോമർ 14:13 കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചതാണ്. നിങ്ങൾ അന്യോന്യം വിധിക്കരുത്. കാരണം വിധികർത്താവ് രണ്ടാം വരവിൽ വന്ന് അതൊക്കെ വൃത്തിയോടെ ചെയ്തോളും. സമയത്തിന് മുൻപേ കയറി നമ്മൾ താൽക്കാലിക വിധിയൊന്നും പുറപ്പെടുവിക്കേണ്ട കാര്യമില്ല, അല്ലേ? ഗലാത്യർ 5:15 പറഞ്ഞിരിക്കുകയാണ്. വളരെ ചിരി വരുന്നൊരു വാക്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യരുത്? കടിക്കുകയും തിന്നുകയും ഒന്നും ചെയ്യരുത്. അതൊന്ന് വായിച്ചേ. 5:15. നിങ്ങൾ കടിച്ചു തിന്ന അവസാനം ഞാൻ വരുമ്പോ സഭ കാണത്തില്ലെന്ന്, അല്ലേ? എന്താ ഈ കടിക്കുക തിന്നുക എന്നൊക്കെ പറഞ്ഞാൽ ഈ തർക്കം, കടിച്ചു കീറാനുള്ള തർക്കം, അല്ലേ? അത് പാടില്ല. അന്യോന്യം സമാധാനം മതി. കടിക്കലും തിന്നലും ഒന്നും വേണ്ട കേട്ടോ. ഈ തർക്ക വിഷയങ്ങളൊക്കെ ഒഴിവാക്കുക, അല്ലേ? അത് തന്നെ 5:26 അന്യോന്യം പോരിന് വിളിക്കുകയും അന്യോന്യം അസൂയപ്പെടുവാനും പാടില്ല. ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം. തർക്കം, അടി, കടി, അസൂയ, ഇതൊന്നും പാടില്ല, അല്ലേ? പിന്നെ കൊലോഷ്യർ 3:9 വളരെ ലളിതമായ ഒരു വാക്യമുണ്ട്. അന്യോന്യം ബോഷ്ക്ക് പറയരുത്, കള്ളം പറയരുത്. എഫീഷ്യൻ ലേഖനത്തിലുമുണ്ട്, അല്ലേ? അന്യോന്യം എന്ത് ചെയ്യരുത്? കള്ളം പറയരുത്. വിശ്വാസികളൊക്കെ പ്രസംഗത്തിലും ഈ സാക്ഷ്യം പറച്ചിലും പിന്നെ എന്തൊക്കെ കാര്യത്തിലാണ് കള്ളം പറയുന്നല്ലേ? സഭയ്ക്കകത്ത് കള്ളം പറച്ചിൽ വട്ടപൂജ്യമാണെന്ന് എനിക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് പാടില്ലെന്നാണ്. കാരണം നമ്മൾ ഒരു ശരീരമാണ്, അല്ലെ? ഭർത്താവ് ഭാര്യയോട് കള്ളം പറയുന്ന പോലാണ് സഭയ്ക്കകത്ത് അന്യോന്യം നമ്മൾ കള്ളം പറയുന്നത്. നമ്മളെല്ലാം ഒരു ശരീരമാണ്. അല്ലാതെ നമ്മൾ അന്യോന്യം ബഹുമാനം കിട്ടാൻ വേണ്ടി വീമ്പ് പറയുന്നവരാകരുത്, അല്ലെ? 6ാമതായിട്ട് നമ്മൾ അന്യോന്യം ദുഷിക്കരുത്, പരദൂഷണം പറഞ്ഞുകൊണ്ട് നടക്കരുത്, അല്ലേ? അത് യാക്കോബ് 4:11 പരദൂഷണം പറയരുത്, അല്ലേ? ഗോസിപ്പ് അല്ലെങ്കിൽ സ്ലാൻഡർ എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലേ? പരദൂഷണം അത് പറയാൻ പാടില്ല. ഇല്ലാ വചനം പറഞ്ഞ് വല്ലവരുടെയൊക്കെ ഇപ്പോൾ ഒരാളുടെ പാപം നമ്മൾ അറിഞ്ഞു, അത് പറയേണ്ട ഒരു അവസരം ഉണ്ടെങ്കിൽ ഓക്കെ, അത് വചനപ്രകാരമുള്ള ചില മേഖലകളുണ്ട്, അത് പറയണമെന്നോ. അല്ലാതെ നമ്മൾ അയാളുടെ മാനം തകർക്കാൻ വേണ്ടി കണ്ടതെല്ലാം ഘോഷിച്ചോണ്ട് നടക്കരുത്, അല്ലേ? പിന്നെ നമുക്കൊരു അധികാരമുണ്ട് അയാളെ ഗുണീകരിക്കാൻ, ഓക്കെ, പറഞ്ഞു. പിന്നെ അല്ലേ അയാളുടെ പേര് പറയാതെ ഒരു ഉദാഹരണം എന്നുള്ള രീതിയിൽ പറയാം. അല്ലാതെ പേരൊക്കെ പറഞ്ഞ് അയാളെ നാറ്റിക്കരുത്, അല്ലേ? അത് നമുക്ക് ശരീരബോധം ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലേ? 7ാമതായിട്ട് പരസ്പരം ആരോപണം ഉന്നയിക്കരുത്. അതാണ് സമകാലിക ബൈബിളില് യാക്കോബിന്റെ 5:9 പഴയ മലയാളം ബൈബിളിൽ അന്യോന്യം ഞെരുങ്ങരുതെന്നാണ്. അത് ആർക്കും ഒന്നും മനസ്സിലാകത്തില്ല, അല്ലേ? യാക്കോബിന്റെ 5:9 വായിച്ചേ. ഞരങ്ങിപ്പോകരുത്. അത് കേട്ടാൽ വല്ലവർക്കും മനസ്സിലാകുമോ? പക്ഷെ ഇവിടുത്തെ അർത്ഥം ഇതാണ്, കുറ്റാരോപണം നടത്തരുത്, അല്ലേ? പ്രത്യേകിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ദുരാരോപണം, തെറ്റായ ആരോപണങ്ങളൊന്നും പാടില്ല, അല്ലേ? എന്നിട്ട് പോയി കേസ് കൊടുക്കുക. ഇതൊക്കെ സഭകളിൽ സംഭവിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ കൂട്ടായ്മ ചെയ്യാൻ പാടില്ലാത്ത 7 കാര്യങ്ങൾ: അന്യോന്യം ബഹുമാനം അന്വേഷിക്കരുത്, അന്യോന്യം വിധിക്കരുത്, കടിക്കുകയും തിന്നുകയും ചെയ്യരുത്, പോരിന് വിളിക്കുകയും അസൂയപ്പെടുകയും ചെയ്യരുത്, കള്ളം പറയരുത്, ദുഷിക്കരുത്, പിന്നെന്താണ്? കുറ്റാരോപണം ഉന്നയിക്കരുത്. ഇത്രയും 7 കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ: സ്നേഹിക്കുക, സേവിക്കുക, കരുതുക, താങ്ങുക, കീഴ്പ്പെടുക, അല്ലേ? ഇത്രയും കാര്യങ്ങളെല്ലാം ആര് ചെയ്യും? ദൈവത്തെ വിശുദ്ധിയോടെ അറിഞ്ഞ് ആ വെളിച്ചത്തിൽ നടക്കുന്നവർ തമ്മിൽ സംഭവിക്കും, അല്ലേ? അപ്പൊ നമ്മുടെ നടപ്പാണ് ഇതിന്റെ അടിസ്ഥാനം. നടപ്പുള്ളവർ അന്യോന്യമുള്ള ഈ കൂട്ടായ്മ ആചരിക്കും. അവസാനമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് കിടക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? 90 എത്രയോ വാക്യങ്ങളുണ്ട് ഈ അന്യോന്യം പരസ്പരം തമ്മിൽ. അതിന് എന്ത് മനസ്സിലാക്കാം? ഈ ക്രിസ്തീയ ജീവിതം ഒറ്റയ്ക്ക് പറ്റില്ല,
അല്ലേ? അപ്പൊ ചിലവരുണ്ട് രക്ഷിക്കപ്പെട്ടിട്ട് പിന്നെ സഭയിലൊന്നും വരത്തില്ല. സഭയില്ലാത്തൊരു ക്രിസ്തീയ ജീവിതം പറ്റത്തില്ല. പിന്നെ ആരാ ഈ അന്യോന്യം പരസ്പരം തമ്മിൽ ഞാനും വചനത്തിലില്ല, അല്ലേ? എപ്പോഴും ഒരു സഭയുടെ ഭാഗമായിരിക്കണം. ക്രിസ്തുവിലുള്ള ആ നമുക്ക് പകരപ്പെട്ടിരിക്കുന്ന ജീവൻ അന്യോന്യം പങ്കുവെച്ച് നമ്മൾ സ്നേഹിച്ചും സേവിച്ചും കരുതിയും താങ്ങിയും കീഴ്പ്പെട്ടും കൂട്ടായ്മ ആചരിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് കണ്ണടച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഏറ്റവും കാതലായ വിഷയം നമ്മൾ ആദ്യം കണ്ടതാണ്. വിശുദ്ധമായ ഒരു നടപ്പ് വേണം. ദൈവത്തെ അറിയാമെങ്കിലേ നമുക്ക് കൂട്ടായ്മ പറ്റത്തുള്ളൂ. പിന്നെ രണ്ടാമത് അതിനോട് ചേർന്നു പോകുന്ന വിഷയമാണ് കൂട്ടുവിശ്വാസികളെ സ്നേഹിക്കണം. ക്രിസ്തു എന്നെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. ആ സഹോദര സ്നേഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, ഈ സന്ധ്യാസമയം ഇതുപോലെ നിന്റെ വചനത്തിൻ്റെ മുൻപാകെ കർത്താവെ അല്പനേരം ഇരുന്ന് ധ്യാനിക്കുവാൻ നീ നൽകിയ ഈ അവസരത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ പ്രതിമാസ ധ്യാനത്തെ ഇത്രത്തോളം നീ നയിച്ചല്ലോ, അതിനായിട്ട് സ്തോത്രം കർത്താവെ. ഞങ്ങൾ ഈ പഠിക്കുന്നത് ചുമ്മാ അറിവ് സമ്പാദിച്ച് ഞങ്ങളെ തന്നെ ചതിക്കുവാനിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മ കർത്താവെ, നീ ആയിട്ട് സ്ഥാപിച്ച കൂട്ടായ്മ, ഞങ്ങൾ ഓരോരുത്തരെയും നീ വ്യക്തിപരമായി കർത്താവെ തിരഞ്ഞെടുത്ത് രക്ഷിച്ച് ഇന്ന് കർത്താവെ ഞങ്ങൾ ഈ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിരിക്കുന്നതിൻ്റെ എല്ലാ മഹത്വവും നിനക്ക് തന്നെയാണ് കർത്താവെ. അങ്ങനെ നീ ഞങ്ങളെ ഒന്നിപ്പിച്ച് കൊണ്ടുവന്നത് നിന്റെ കർത്താവെ മഹത്വമാണ്, നിന്റെ പ്രവൃത്തിയാണ്. ഈ കൂട്ടായ്മ കർത്താവെ, നീ ആയിട്ട് തുടങ്ങി ഈ കൂട്ടായ്മയിൽ വചനാധിഷ്ഠിതമായ ഗുണങ്ങൾ കർത്താവെ വളർന്നു വരുവാനിടയാകുന്നു. ഞങ്ങൾ അന്യോന്യം സ്നേഹമുള്ളവരും സമാധാനമുള്ളവരും കരുതുന്നവരും സേവിക്കുന്നവരും കർത്താവെ വിനയത്തോടെ കാല് കഴുകുവാൻ പോലും മടിയില്ലാത്തവരും അന്യോന്യം വീണ്ടെടുപ്പിൽ വളർത്തുവാൻ കർത്താവെ വ്യഗ്രതയുള്ളവരും അന്യന്റെ വിശുദ്ധിയും അന്യന്റെ നന്മയും സ്വന്തം വിഷയങ്ങളെക്കാളും വിലയേറിയതായിട്ട് എണ്ണുന്നവരും അവരുടെ ഭാരങ്ങളിൽ മനസ്സലിവ് കടന്നു വന്ന് ആ ഭാരം ചുമക്കുവാൻ സഹോദര സ്നേഹമുള്ളവരും പ്രായോഗികതലത്തിൽ അവരെ കർത്താവെ കരുതുന്നവരും ഒക്കെ ആക്കി മാറ്റുവാൻ നീ ഞങ്ങളുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്യണം. ഈ കേട്ട വാക്യങ്ങളെല്ലാം വീണ്ടും പോയി ധ്യാനിക്കുവാനും പഠിക്കുവാനും ഇതിലെവിടൊക്കെയാണോ ഞങ്ങൾക്ക് വീഴ്ചയുള്ളത് കർത്താവെ അവിടെ എല്ലാം മാനസാന്തരപ്പെട്ട് അനുസരിക്കുവാൻ ഒരു പുതിയ സമർപ്പണം ഞങ്ങളുടെ ഉള്ളത്തിൽ നീയായിട്ട് ജനിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടയിൽ ക്ഷമയും അന്യോന്യം പൊറുക്കുവാനുള്ള ദീർഘക്ഷമയും എല്ലാം വളരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ഇടയിൽ ഈർഷ്യയോ ഞങ്ങളുടെ ഇടയിൽ ശാഠ്യമോ ഞങ്ങളുടെ ഇടയിൽ കയ്പോ ഒന്നും വളരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏകമനസ്സോടെ കർത്താവെ ഒരുമനപ്പെട്ട് കർത്താവെ ഒരു വായ് കൊണ്ട് നിന്നെ സ്തുതിക്കുന്ന ഒരു കൂട്ടമാക്കി ഞങ്ങളുടെ സഭയെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് ഈ കോർ ഗ്രൂപ്പ്, ഈ ലീഡേഴ്സിന്റെ ഗ്രൂപ്പിനെ കർത്താവെ നീയായിട്ട് അനുഗ്രഹിക്കണമേ കർത്താവെ. നിനക്ക് പ്രസാദമുള്ള കർത്താവെ സഹോദരന്മാർ ഒന്നായിരിക്കുന്നത് എത്ര ശുഭമായതാണെന്ന് നിന്റെ വചനം പറയുന്നു. നിനക്ക് പ്രസാദമുളവാക്കുന്ന സ്വർഗം സന്തോഷിക്കുന്ന ആ ഐക്യം കർത്താവിൽ ഞങ്ങൾക്ക് ഇപ്പോഴേ ഉള്ള ആ ഐക്യം കർത്താവ് ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ പരിശുദ്ധാത്മാവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഹരോന്റെ ആ ഉച്ചി മുതൽ അവന്റെ താടിയിലേക്ക് ഒഴുകുന്ന ആ അഭിഷേക തൈലം പോലെ പരിശുദ്ധാത്മാവെന്ന അഭിഷേക തൈലം ഇറങ്ങി ഞങ്ങളുടെ ഐക്യത്തെ ഒന്ന് ഊട്ടി ഉറപ്പിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മാവ് ഉളവാക്കുന്ന ആ സ്നേഹബന്ധത്തിന്റെ ഊഷ്മളത ഞങ്ങളുടെ ഇടയിൽ പടരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സ്നേഹം കണ്ടിട്ട് ലോകം പറയട്ടെ ഞങ്ങൾ ശരിക്കും യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. ആ രീതിയിൽ കർത്താവെ ഞങ്ങൾക്ക് ഈ ദേശത്ത് ഈ അഴൂർ പഞ്ചായത്തിൽ ഒരു സാക്ഷ്യം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ വചനപ്രകാരം ഞങ്ങൾ വളരുകയും വേരൂന്നി കർത്താവ് ഒരു സഭയാവുകയും ചെയ്യുമ്പോൾ എൻ്റെ വചനം പറയുന്നത് പോലത്തെ ഫലങ്ങൾ ഇവിടെ ഉളവാകട്ടെ കർത്താവ്. അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ പ്രവൃത്തികളും കർത്താവ് ലോകത്തിന്റെ കണ്ണു തുറക്കുന്ന കർത്താവ് ആത്മാവിന്റെ പ്രവൃത്തികളും ഉളവായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെല്ലാം മൂലകാരണമായിരിക്കുന്ന ആത്മീക അടിസ്ഥാനം കർത്താവ് ഞങ്ങൾക്ക് ഏവർക്കും പകർന്നു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷ ഇത്രത്തോളം അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. തുടർന്ന് കർത്താവ് ഞങ്ങൾ ഭക്ഷണം പങ്കുവെച്ചുള്ള ഞങ്ങളുടെ കൂട്ടായ്മയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. കർത്താവ് ഈ സന്ധ്യാസമയം ഞങ്ങൾക്ക് നിന്റെ സന്നിധിയിൽ തലകളെ വണക്കുവാൻ വന്ന വലിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം. എല്ലാ പ്രാർത്ഥനയും നിന്റെ കരത്തിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ.